വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില യൂണിറ്റ്സുകളും മൊഡ്യൂളുകളുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂണിറ്റ് 2 മൊഡ്യൂൾ 6 ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ടോപ്പിക്സുകളാണ്. മൊഡ്യൂൾ 6 നമ്മൾ പ്രധാനമായിട്ടും ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം in Hegel, Karl Marx and Antonio Gramsci, then structuralist approaches and analysis school of historiography, sociological theories of Max Weber, Emily Durkheim, Pierre Bourdieu. അപ്പോൾ ഇവരുടെയൊക്കെ സോഷ്യോളജിക്കൽ തിയറീസുകളും സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചും ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസും അനലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം? Historical materialism is the theory that society is shaped by its material conditions and economic structure. As the concept developed by Karl Marx from the philosophical ideas of George William Frederick Hegel, well, Hegel saw history driven by the dialectics of ideas. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ടുള്ള ഭൗതികവാദം എന്നറിയപ്പെടുന്ന ഒരു തിയറി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആക്ച്വലി ഫെഡറിക് ഹെഗൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു ഐഡിയാസിനെ അല്ലെങ്കിൽ ഡയലക്ട് ഐഡിയാസിനെ ആദ്യമായിട്ട് ആ ഒരു ഐഡിയാസിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി നമ്മുടെ കാർൽ മാർക്സ് അദ്ദേഹത്തിന്റെ ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റുമായിട്ട് രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഇസ് ദ തിയറി ദാറ്റ് സൊസൈറ്റിയെ, നമ്മുടെ സമൂഹത്തെ ഷേപ്പ് ചെയ്യുന്നത് ചില മെറ്റീരിയൽ കണ്ടീഷൻസുകളാണ്. മെറ്റീരിയൽ കണ്ടീഷൻസ് ആൻഡ് എക്കണോമിക്കൽ സ്ട്രക്ചർ ഓഫ് യുവർ സൊസൈറ്റി that shaped the process of history എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാർൽ മാർക്സ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ചരിത്രപരമായിട്ടുള്ള വിശകലനങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ആക്ച്വലി നമുക്ക് ചരിത്ര സംഭവങ്ങൾക്കും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഈവൻസിന് പോലും കാരണങ്ങളാകുന്നത് താൻ ജീവിക്കുന്ന നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളും സാമ്പത്തികപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളുമാണ്. എക്കണോമിക്കൽ സ്ട്രക്ചർ ഓഫ് ദ പർട്ടിക്കുലർ സൊസൈറ്റി ദാറ്റ് ഷേപ്ഡ് യുവർ ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ പ്രോസസ് എന്നായിരുന്നു ആക്ച്വലി കാർൽ മാർക്സ് തന്റെ ചരിത്രപരമായ വാദത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻസിനും ഉൽപാദനവും ക്രയവിക്രയങ്ങളും ട്രാൻസാക്ഷൻ പ്രോസസ്സുകളും എക്കണോമിക്കൽ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി ഇവയൊക്കെയാണ് നമ്മുടെ ചരിത്രത്തിന് നിദാനമാകുന്നത് എന്നുള്ള അഭിപ്രായവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആക്ച്വലി കാർൽ മാർക്സ് എന്ന് പറയുന്നത്. ആസ് എ കോൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ കാർൽ മാർക്സ് ഫ്രം ദ ഫിലോസഫിക്കൽ ഐഡിയാസ് ഓഫ് ജോർജ് വില്യം ഫ്രെഡറിക് ഹെഗൽ. ഹെഗൽ സോ ഹിസ്റ്ററി ഡ്രൈവൻ ബൈ ദ ഡയലക്ടിക്സ് ഓഫ് ഐഡിയാസ്. ഇനി ഹെഗൽ എന്തോ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞു ചരിത്രത്തെ ഡ്രൈവ് ചെയ്യുന്നത് സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡയലറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയാസുകളാണ് ഹിസ്റ്ററി എന്ത് ചെയ്തിട്ടുള്ളത്, ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ള ഒരു അഭിപ്രായവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് അറിയപ്പെടുന്നത് ഫ്രെഡറിക് ഹെഗൽ. ഓക്കെ, ഇനി നമ്മൾ ജോർജ് വില്യം ഫ്രെഡറിക് ഹെഗലിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ജോർജ് വില്യം ഫ്രെഡറിക് ഹെഗൽ വന്നിട്ട് ഹി വാസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ philosopher of the romantic idealist movement. He was born at Stuttgart in the Germany as the son of the small fiscal official. He learned Latin, theology, and philosophy before his appointment as the tutor of the Burney. And he was greatly influenced by the Gibbon, Montesquieu, and Immanuel Kant. In 1880, he was appointed as the professor of the philosophy of Berlin, and that held the post till his death in 1831. അദ്ദേഹത്തെ 1818 അദ്ദേഹത്തെ ഫിലോസഫിയുടെ പ്രൊഫസർ ആയിട്ട് ബെർലിനിൽ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ 1831 അദ്ദേഹത്തിന്റെ മരണം വരെയും അദ്ദേഹം അവിടുത്തെ ഒരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹത്തെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചില ചരിത്രകാരന്മാർ കൂടി ഉണ്ടായിരുന്നു. എഡ്വേർഡ് ഗിബൺ, നമ്മൾ നേരത്തെ തന്നെ എല്ലാവരും ഹിസ്റ്റോറിസത്തിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എഡ്വേർഡ് ഗിബൺ. മോണ്ടസ്ക്യൂ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. ഇമാനുവൽ കാന്റ്. അപ്പൊ ഇവരുടെയൊക്കെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്ര രചനകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്നറിയപ്പെടുന്നത് ജോർജ് വില്യം ഫ്രെഡറിക് ഹെഗൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഐഡിയ ആയിരുന്നു ഡയലക്റ്റിക്കൽ ഐഡിയലിസം. മറന്നു പോകരുത്, ചില ആൾക്കാർ നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റായിട്ട് പറയാറുണ്ട്. ഡയലക്റ്റിക്കൽ ഐഡിയലിസം ആക്ച്വലി കൊണ്ടുവന്ന കാർൽ മാർക്സ് അല്ല, പിന്നെ ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? ഫ്രെഡറിക് ഹെഗൽ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില ആശയങ്ങൾ കൂടി നമുക്ക് നോക്കണം. അദ്ദേഹത്തിന്റെ ബുക്സുകൾ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫിനമിനോളജി ഓഫ് ദ സ്പിരിറ്റ് ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. ഏതാ പറഞ്ഞത്? ദ ഫിനമിനോളജി ഓഫ് സ്പിരിറ്റ്. ഫിനമിനോളജി ഓഫ് സ്പിരിറ്റ്.
ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ്. ദെൻ വന്നിട്ട് ഏതാ വരുന്നത്? ആൻഡ് ദ സയൻസ് ഓഫ് ലോജിക്. എന്താണ്? സയൻസ് ഓഫ് ലോജിക്. സയൻസ് ഓഫ് ലോജിക് ഒന്ന് എഴുതി വെച്ചിരിക്കുക. സയൻസ് ഓഫ് ലോജിക്. ദ ഫിലോസഫി ഓഫ് റൈറ്റ് ആൻഡ് ലോ. എന്താണ്? ദ ഫിലോസഫി ഓഫ് റൈറ്റ് ആൻഡ് ലോ. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. ഫിനോമിനോളജി ഓഫ് ദ സ്പിരിറ്റ്, ദ സയൻസ് ഓഫ് ലോജിക്, ദ ഫിലോസഫി ഓഫ് റൈറ്റ് ആൻഡ് ലോ, ദ ലെക്ചേഴ്സ് ഓൺ ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി. ഫിലോസഫി ഓഫ് ഹിസ്റ്ററി അദ്ദേഹത്തിന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ലെക്ചർ ആയിരുന്നു കേട്ടോ. ദ ബുക്ക് ലെക്ചേഴ്സ് ഓൺ ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ഒക്കെ അദ്ദേഹത്തെ വളരെയധികം ഫേമസ് ആക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ലെക്ചർ ബുക്കാണ് എന്താ പറയുന്നത്, ഫിലോസഫി ഓഫ് ഹിസ്റ്ററി. ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അദ്ദേഹമാണ് ഹെഗൽ ഡെവലപ്ഡ് ദ ഡയലക്റ്റിക്കൽ സിസ്റ്റം വിച്ച് ടു ഹിം ഈസ് എ വെരി മൂവിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹിസ്റ്ററി. അതായത് പിന്നെ ഹിസ്റ്ററി വളരെ മൂവി ചെയ്യിപ്പിച്ചുള്ള ഒരു പ്രിൻസിപ്പൽ ഐഡിയാസ് ആണ്, ഒരു തത്വമാണ് ഡയലക്റ്റിക്കൽ ഐഡിയസം അല്ലെങ്കിൽ ഡയലക്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഡയലക്റ്റിക്കൽ ഐഡിയലിസം. ഹെഗൽ ബിലീവ് ദാറ്റ് history progress through the dialectical process of the thesis, antithesis, and the synthesis, with the idea synthesis, with the idea being the primary force driving changes. അപ്പൊ ഇത്തരത്തിലുള്ള ഐഡിയസ്, ഈ തീസിസും ആന്റി തീസിസും സിന്തസിസുകളും ഇവ തമ്മിലുള്ള ഈ ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഡയലക്റ്റിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. ഒരു ലോജിക്കൽ ഐഡിയ ആണ് ആക്ച്വലി കേട്ടോ. ഒരു മൂവിങ് ഹിസ്റ്ററിയെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മൂവിങ് ഐഡിയ ആണ്. ഇറ്റ്സ് എ ലോജിക്കൽ നാച്ചർ ആൻഡ് മൈൻഡ് ഇൻ that is figured prominently in the dialectical system. It describes the way in which the concepts stand in the necessary relation to its own opposite. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന പുസ്തകത്തിലും അദ്ദേഹം ഈ ഒരു ഐഡിയയെ, അദ്ദേഹം ഹിസ്റ്ററിയെ വ്യാഖ്യാനിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ഒരു ഐഡിയ എന്നതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് all men are free in essence. The task of civilized people is the frame institution under which there could be freeze. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചില ഐഡിയാസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയലക്റ്റിക്കൽ ഐഡിയാസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ലോജിക് ആണ്. എന്താണ്? ഇതൊരു ലോജിക്കൽ ആയിട്ടുള്ള രീതിയാണ്. അതായത് നാച്ചർ ആൻഡ് മൈൻഡ് എൻഡ് ഇൻ ദ ഫിഗർ പ്രോമിനന്റ്ലി ഇൻ ദ ഡയലക്റ്റിക്കൽ സിസ്റ്റം. ഇവിടെ നാച്ചറിനും മൈൻഡിനുമാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഡിസ്ക്രൈബ് ദ വൈ ഇൻ വിച്ച് എനി കോൺസെപ്റ്റ് സ്റ്റാൻഡ് ഇൻ നെസസറി റിലേഷൻസ് ഇറ്റ്സ് ഓൺ ഓപ്പോസിറ്റ്. നമ്മൾ എന്തൊരു പ്രശ്നത്തിനും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വശങ്ങൾ കാണും. ഇപ്പൊ തീസിന് ഒരു ആന്റി തീസിസ് ഉണ്ടാവും, ആൻഡ് സിന്തസിസ് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു കാര്യത്തിന് നെസസറി റിലേഷൻസ് ഇറ്റ്സ് ഓൺ ഓപ്പോസിറ്റ് ജനറേറ്റിംഗ് ദ ഫസ്റ്റ് ആൻഡ് ക്രിയേറ്റിംഗ് ഓവർഹെൽമിംഗ് ഓപ്പോസിറ്റ്സ്. ഇതിനെയാണ് അദ്ദേഹം ഇത് പറയുന്നത്. ടു ഹെഗൽ ദി ഈച്ച് സേഡ് ഓഫ് ദ തീസിസ് ബീങ് ഷോർട്ട് ആൻഡ് പെർഫെക്ഷൻ, condemning itself with the opposition of the antithesis. A struggle will be followed between the thesis and antithesis. Still synthesis is created. അതായത് നമ്മളിപ്പം ഇപ്പം കാർൽ മാർക്സും പറയുന്നുണ്ട്, അടിമയും ഒരു ക്ലാസ് സ്ട്രഗിൾസ് നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് ആരും പറയുന്നുണ്ട്? കാർൽ മാർക്സും പറയുന്നു. അതുപോലെ തന്നെയാണ് ഹെഗലും അദ്ദേഹത്തിന്റെ ഈ ഡയലക്റ്റിക്കൽ ഐഡിയൽസ് അദ്ദേഹം പറയും, നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ഒരു തീസിസും ആന്റി തീസിസും ഉണ്ടാവും. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്ട്രഗിൾസുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ തീസിസും ആന്റി തീസിസും തമ്മിലുള്ള സ്ട്രഗിൾസുകൾ നടന്ന് അങ്ങനെ ലാസ്റ്റ് നമുക്ക് എന്താ പറയുന്നത് സിന്തസിസ് ക്രിയേറ്റ് ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രോസസ്, അതിനെയാണ് അദ്ദേഹത്തിന്റെ ഈ ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്ന് പറയുന്നത്. നമ്മുടെ ആക്ച്വലി ഇതൊരു ലോജിക്കൽ ഐഡിയ ആണ്. ടു ഹെഗൽ, അപ്പൊ ഈച്ച് സ്റ്റേജ് ഓഫ് ദീസ് തീസസ് ബീങ് ഷോർട്ട് ആൻഡ് പെർഫെക്ഷൻ, അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മുടെ സൊസൈറ്റി എപ്പോഴും ഒരു പെർഫെക്ഷൻ വരുവാണ്. കണ്ടെയ്നിങ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് ആൻ ഓപ്പോസിഷൻ ഓഫ് ദി ആന്റി തീസസ്, തീസസിൽ നിന്നും ആന്റി തീസസിലേക്ക്. എ സ്ട്രഗിൾ വിൽ ബി ഫോളോഡ് ബിറ്റ്വീൻ, അപ്പൊ ഈ സ്ട്രഗിൾസ് ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? തീസസ് ആൻഡ് ആന്റി തീസസ് ടിൽ ദ സിന്തസിസ് ഈസ് ക്രിയേറ്റഡ്. അപ്പൊ നിങ്ങളുടെ സിന്തസിസ് ക്രിയേറ്റ് ചെയ്യുന്നത് വരെയുള്ള ഒരു എന്താ പറയുന്നത് സ്ട്രഗിൾസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മളെ പോകുന്നുണ്ട്. ഓർഡർ ദി സ്ട്രഗിൾ ബിറ്റ്വീൻ ഡിപ്പോട്ടിസം, ഇവിടെ നമ്മൾ ഡെസ്പോട്ടിസം തമ്മിലുള്ള അല്ലെ, നമ്മൾക്കറിയാം അടിമയും ഉടമയും തമ്മിലുള്ള സ്ട്രഗിൾസ് നടക്കുന്ന പോലെ ഈ എന്താ പറയുന്നത് ഡെസ്പോട്ടിസം തീസ്, ഇവിടെ ഡെസ്പോട്ടിസത്തെയാണ് തീസസ് എന്ന് പറയുന്നത്, ഡെമോക്രസിയാണ് ആന്റി തീസസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ? സ്വേച്ഛാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള മത്സരം. ഈ മത്സരം ഇതാണ് ഈ തീസിസും ആന്റി തീസിസും എന്നും ഹെഗൽ വ്യക്തമാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് യു ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദി തീസിസ് ആൻഡ് ആന്റി തീസിസ്. യു ഗെറ്റ് ഇറ്റ്? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
അദ്ദേഹം പറയുന്നു out of the struggle between despotism, a thesis, and a democracy is an antithesis. Is a constitutional monarchy is a എന്താ പറയുന്നത് സിന്തസിസ് ഈസ് പ്രൊഡ്യൂസ്. അങ്ങനെ നമ്മുടെ അവസാനം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി നേടിയെടുക്കുമ്പോൾ അവിടെ സിന്തസിസ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ദി സിന്തസിസ് ഈസ് നോട്ട് എ ഫൈനൽ ആൻഡ് ദ പ്രോസസ് കണ്ടിന്യൂ ടിൽ ദ എമർജസ് ഓഫ് ദ പെർഫെക്റ്റ് സ്റ്റേറ്റ്. ഓൾവേസ് ബിലീവ് ദാറ്റ് ദ പെർഫെക്റ്റ് സ്റ്റേറ്റ്, എന്താണ് യഥാർത്ഥ പെർഫെക്റ്റ് സ്റ്റേറ്റ്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നാണോ നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, അതുവരെയും ഈ തീസസും ആന്റി തീസസും തമ്മിലുള്ള ഒരു എന്താ പറയുന്നത് സ്ട്രഗിൾസ് ഇങ്ങനെ ഈസ് എൻ എവർ ലാസ്റ്റിംഗ്, ഈസ് എൻ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഇദ്ദേഹം തീസസ് എന്ന് പറയുന്നത് ഡെസ്പോട്ടിസത്തെയും, ആന്റി തീസസ് എന്ന് പറയുന്നത് എന്താ പറയുക, തീസസ് എന്ന് പറയുന്നത് ഡെസ്പോട്ടിസത്തെയും, ആന്റി തീസസ് എന്ന് പറയുന്നത് ഡെമോക്രസിയുമാണ്. ഇവ തമ്മിലുള്ള ഒരു ക്ലാഷ് ഇങ്ങനെ നടന്ന് കണ്ടിന്യൂലി നടന്ന് അറ്റ് ലാസ്റ്റ് ഇവിടെ ഒരു മൊണാർക്കി, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ക്രിയേറ്റ് ചെയ്തെടുക്കും. അതാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് സിന്തസിസ് ഈസ് നോട്ട് എ ഫൈനൽ. അദ്ദേഹം പറയുന്നു, അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഫൈനൽ ഫോം, ഒരു ഫൈനൽ ഫോമിറ്റ് നമുക്ക് പറയാൻ കഴിയത്തില്ല. സോ ദ സിന്തസിസ് ഈസ് നോട്ട് എ ഫൈനൽ ആൻഡ് ദ പ്രോസസ് കണ്ടിന്യൂ ടിൽ ദ എമർജൻസ് ഓഫ് ദ പെർഫെക്റ്റ്. എന്നാണോ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പെർഫെക്റ്റ് സെറ്റ് വരുന്നത്, അതുവരെയും ഈ ഒരു ക്ലാസ് സ്ട്രഗിൾസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നടന്നുകൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് സ്ട്രഗിൾസ് ആണ് ആക്ച്വലി ഹിസ്റ്ററിയുടെ ഈ ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നതുകൊണ്ട് ഹെഗൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡയലക്റ്റിക്കൽ ഐഡിയലിസം, ഹെഗൽ ബിലീവ് ദാറ്റ് ഹിസ്റ്ററി പ്രോഗ്രസ് ത്രൂ ദ ഡയലക്റ്റിക്കൽ പ്രോസസ് ഓഫ് ദ തീസിസ്, ആന്റിതീസിസ് ആൻഡ് സിന്തസിസ് വിത്ത് ഐഡിയ ബീയിങ് പ്രൈമറി ഫോഴ്സ് ഓഫ് ഡ്രൈവിംഗ്. ഇവിടെ ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സസിനെ, അതായത് ഹിസ്റ്ററിയെ നയിച്ചു കൊണ്ടുപോകുന്ന ഈ ഡ്രൈവിംഗ് ഫോഴ്സസ് ഇങ്ങനെ ചേഞ്ചബിൾ ആണ്, ഈസ് നോട്ട് എ പെർമനന്റ്. ഇത് പെർമനന്റ് അല്ല, ഇതൊരു ചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് ആക്ച്വലി ഹെഗലും പറയുന്നത്. ഈ ഒരു സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹെഗലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കാൾ മാർക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസത്തിലേക്ക് കടക്കണം. ആരുടെ? കാറൽ മാർക്സ് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ മെറ്റീരിയൽ ഇന്റർപ്രിട്ടേഷൻസുകളാണ് ഇമ്പാക്ട് ഓഫ് ദി മാർക്സിസം ഈസ് ഇൻ ഹിസ്റ്റോറിക്കൽ ഫീൽഡ് ആൾസോ. So, the Marx historical materialism, Marx inverted Hegel system. അദ്ദേഹത്തിന്റെ ഹെഗൽ കൊണ്ടുവന്ന സിസ്റ്റത്തെ ഇൻവെർട്ട് ചെയ്തു. ആരാ? നമ്മുടെ കാൾ മാർക്സ്. ഈ ആർഗ്യൂയിങ് ദാറ്റ് മെറ്റീരിയൽ കണ്ടീഷൻസ് എസ്പെഷ്യലി എക്കണോമിക്കൽ ബേസ് ഡിറ്റർമൈൻ ദ സൊസൈറ്റിക്കൽ സൂപ്പർ സ്ട്രക്ചർ. ഒരു സൊസൈറ്റിയുടെ ഒരു ഘടന, സൂപ്പർ സ്ട്രക്ചറിനെ ഫോം ചെയ്തെടുക്കുന്നത് ആ ഒരു സൊസൈറ്റിയിലെ എക്കണോമിക്കൽ സ്ട്രക്ചറാണ്, സാമ്പത്തികപരമായിട്ടുള്ള പ്രോസസ്സുകളാണ്, പ്രൊഡക്ഷൻ പ്രോസസ്, എക്കണോമിക്കൽ പ്രോസസ്, എവറിത്തിങ് ദാറ്റ് മോൾഡ് യുവർ സൊസൈറ്റി സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്നാണ് ആര് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഹെഗലിന്റെ ഈ ആശയത്തെ, ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നൊരു ആശയത്തെ ഇൻവേർട്ട് ചെയ്തു. മാർക്സ് അപ്ലൈഡ് ദ ഡയലക്റ്റിക്സ് ടു ദ മെറ്റീരിയൽ വേൾഡ്. ഈ ഡയലക്റ്റിസം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഈ ആശയത്തെ അദ്ദേഹം നമ്മുടെ ഭൗതിക ലോകത്തേക്ക്, മെറ്റീരിയൽ വേൾഡിലേക്ക് എന്ത് ചെയ്തു, അപ്ലൈഡ് ചെയ്തു. മെറ്റീരിയൽ ലോകം എന്ന് പറയുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഡെസ്പോട്ടിസവും പിന്നെ ഡെമോക്രസിയും തമ്മിലുള്ള ആ ഒരു ക്ലാഷിന്റെ ഇടയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തു, ഇതിനെടുത്ത് അപ്ലൈ ചെയ്തു. ഈ ആർഗ്യൂയിങ് ദാറ്റ് changes happen when productive forces of the society come into conflict with the existing relations of the production, that is economic base. നമ്മുടെ സൊസൈറ്റിയിൽ ചേഞ്ച് വേണം, ചേഞ്ചസ് ഇല്ലാതെ നമുക്ക് സൊസൈറ്റി ഇല്ല. അദ്ദേഹം നമ്മുടെ കാൾ മാർക്സ് ആർഗ്യൂം ചെയ്തു, ചേഞ്ചസ് ഹാപ്പൻ, ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നത്, ഹാപ്പൻ വെൻ ദ പ്രൊഡക്റ്റീവ് ഫോഴ്സസ്, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ് ഉണ്ടല്ലോ, ഉൽപാദനത്തിനെ സഹായിക്കുന്ന വിവിധ ഘടകങ്ങൾ, പ്രൊഡക്ഷൻ ഫോഴ്സസുകൾ, ആ പ്രൊഡക്ഷൻ ഫോഴ്സസ് ഓഫ് ദ സൊസൈറ്റി കം ഇൻ ടു കോൺഫ്ലിക്ട്. ഇവ തമ്മിൽ, ഈ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. കോൺഫ്ലിക്റ്റ് വിത്ത് ദ എക്സിസ്റ്റിംഗ് റിലേഷൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്, അതായത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന പ്രൊഡക്ഷന്റെ എക്സിസ്റ്റിംഗ് റിലേഷൻസുകൾ അല്ലെങ്കിൽ എക്കണോമിക്കൽ ബേസ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സംഭവിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആര് പറഞ്ഞത്? കാറൽ മാർക്സ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ആശയത്തെയാണ് അദ്ദേഹം എന്തറിയപ്പെടുന്നത്, ഈ ഒരു ആശയത്തിലൂടെയാണ് ചരിത്രത്തിന്റെ സൊസൈറ്റിയിലെ ഒരു സൂപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ കാൾ മാർക്സ് പറഞ്ഞു. എന്ന് പറയുമ്പോൾ ഹെഗൽ കൊണ്ടുവന്ന ഡയലക്റ്റിക്കൽ ഐഡിയാസിന്റെ വിപരീത ഘട്ടത്തിലേക്കാണ്, നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് വാദിച്ചുകൊണ്ടാണ്
നമ്മുടെ കാൾ മാക്സ് തന്റെ മെറ്റീരിയൽസ് ഐഡിയ കൊണ്ടുവന്നത്, പ്രത്യേകിച്ചും സാമ്പത്തികപരമായിട്ടുള്ള സ്ട്രക്ചറിന്റെ കാര്യത്തിൽ. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ മാർക്സിന്റെ ഭൗതികവാദ സിദ്ധാന്തത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? മാർക്സ് തന്റെ ഭൗതികവാദ സിദ്ധാന്തത്തിലേക്ക് ഈ മെറ്റീരിയൽ ഐഡിയാസിനെ മീൻസ് ഹെഗൽ കൊണ്ടുവന്ന മെറ്റീരിയൽ ഐഡിയാസിനെ അദ്ദേഹം അപ്ലൈ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് വളരെ കുറച്ച് വ്യത്യസ്തപരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില ഉൽപാദക ശക്തികൾ, പ്രൊഡക്ഷൻ ഫോഴ്സസുകൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നു. ദ പ്രൊഡക്ഷൻ ഫോഴ്സസ് ഓഫ് സൊസൈറ്റി കം ഇൻ ടു കോൺഫ്ലിക്ട്. ഈ പ്രൊഡക്ഷൻ ഫോഴ്സസിന്റെ കാര്യത്തിൽ എപ്പോഴും ചില കോൺഫ്ലിക്റ്റുകൾ ഇങ്ങനെ സൊസൈറ്റിയിൽ നടക്കുന്നു. അപ്പൊ ഈ പ്രൊഡക്ഷൻ ഫോഴ്സസിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ഷൻ ഫോഴ്സസിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളാണ് സൊസൈറ്റിയിലെ സൂപ്പർ സ്ട്രക്ചറിന്റെ തന്നെ ഒരു നിദാനം, അടിസ്ഥാനം എന്നുകൂടി ആര് പറയുന്നുണ്ട്? കാർൽ മാർക്സ് തന്റെ ആശയത്തിലൂടെ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം നിങ്ങൾ നോക്കണം. ഇനി കാർൽ മാർക്സിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ പഠിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നില്ല. മാർക്സിസം ഈസ് ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി that is emerged by the ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക്കൽ തിയറി പോലെയാണ് വന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാർക്സിസം ഈസ് ഡിറ്റർമിനിസം. മറക്കാതെ അങ്ങോട്ട് പഠിക്കുക. അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ ഒരു ഫിലോസഫിക്കൽ ഐഡിയാസ് ആയിരുന്നു ഡിറ്റർമിനിസം. അത് നമ്മളൊന്ന് ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസും ഡയലക്റ്റിക് ഓഫ് മെറ്റീരിയൽസും അതുപോലെ നമ്മൾ പഠിച്ചെടുക്കേണ്ട മറ്റൊരു ആശയമാണ് ഡിറ്റർമിനിസം, വിച്ച് യൂസ്. അപ്പൊ ഈ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ നെസസറി ഈസ് ദ ബേസിസ് ഓഫ് ദ ഡിറ്റർമിനിസം. ഇനി ഡിറ്റർമിനിസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണെങ്കിൽ, മാർക്സ് ഇൻവെർട്ടഡ് ഹെഗൽ സിസ്റ്റം ആർഗ്യൂയിങ് ദാറ്റ് മെറ്റീരിയൽ കണ്ടീഷൻസ് സ്പെഷ്യലി എക്കണോമിക്കൽ ബേസ്. മെറ്റീരിയൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള അവസ്ഥകൾ എന്ന് പറയുമ്പോൾ എല്ലാം എന്തിനെ ആശ്രയിച്ചിരുന്നു? നമ്മുടെ സാമ്പത്തികപരമായ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭൗതികതകൾ. അതാണ് ദാറ്റ് ബേസ് ദ ഡിറ്റർമൈൻ സൊസൈറ്റി സൂപ്പർ സ്ട്രക്ചർ. അതാണ് സൊസൈറ്റിയുടെ സൂപ്പർ സ്ട്രക്ചറിനെ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ഡിറ്റർമിനിസം. അപ്പൊ ഡിറ്റർമിനിസം എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ നെസസിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ദ ഡിറ്റർമിനിസം. ഡിറ്റർമിനിസത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഹിസ്റ്റോറിക്കൽ നെസസിറ്റി. ഹിസ്റ്റോറിക്കൽ നെസസിറ്റി ആണ് ദ ബേസ്. ഡിറ്റർമിനിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ആവശ്യകതകളാണ്. സോ ചരിത്രത്തിന്റെ ആവശ്യകതകളാണ് ഡിറ്റർമിനിസത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ആ പോയിന്റും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഡിറ്റർമിനിസം. അപ്പൊ ഡിറ്റർമിനിസം ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഐഡിയ ആണ്, മറക്കരുത്, ഡിറ്റർമിനിസം. അപ്പൊ ഡിറ്റർമിനിസം എങ്ങനെ കടന്നു വന്നത്? ഹിസ്റ്റോറിക്കൽ നെസസിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ദ ഡിറ്റർമിനിസം. ഹിസ്റ്റോറിക്കൽ നെസസിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ദ ഡിറ്റർമിനിസം. മനസ്സിലായിട്ടുണ്ട്? ആ പോയിന്റ് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. ഹി ബിലീവ്ഡ് ദാറ്റ് all great political, social, intellectual movement of the history have been determined by the economical environment. അതാണ് കാര്യം. അപ്പൊ ഈ ഡിറ്റർമിനിസം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എന്താണ്? ഹിസ്റ്റോറിക്കൽ, അതായത് ചരിത്രത്തിന്റെ ആവശ്യകതകളിൽ നിന്നുമാണ് ഡിറ്റർമിനിസം വരുന്നത്. പിന്നെ ഇദ്ദേഹം എടുത്തു പറയുന്നൊരു ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, സമൂഹത്തിൽ നടക്കുന്ന ഈ ബിലീവ് ദാറ്റ് ഓൾ ഗ്രേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവും ബൗദ്ധികവും പരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മൂവ്മെന്റ്സുകളും ചലനാത്മകതകളും സമൂഹത്തിൽ സംഭവിക്കുന്നത്, മൂവ്മെന്റ്സ് ഓഫ് ദ ഹിസ്റ്ററിയിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, അതിനെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എക്കണോമിക്കൽ എൻവയോൺമെന്റിന്റെ പശ്ചാത്തലത്തിലാണ്. അതായത് ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നത്, ചരിത്രത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയവും സാമൂഹികവും ഭൗതികപരമായിട്ടുള്ള എല്ലാ അവസ്ഥകൾക്കും നിദാനം തന്റെ സൊസൈറ്റിയിലുള്ള സാമ്പത്തിക ഘടനകളാണ്. സൊസൈറ്റി ഇല്ലാതെ സാമ്പത്തിക ഘടനയില്ല എന്ന് അഗസ്റ്റ് കോംറ്റെ വാദിക്കുന്നത് പോലെ. അഗസ്റ്റ് കോംറ്റെ പറയുന്നു, സൊസൈറ്റി ഇല്ലാതെ സാമ്പത്തികമില്ല. ഇനി കാൾ മാർക്സ് വാദിക്കുന്നത് ഇങ്ങനെയാണ്, ഈ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന എക്കണോമിക്കൽ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് സൊസൈറ്റിയുടെ സൊസൈറ്റിക്കൽ കണ്ടീഷനെ, സൊസൈറ്റിയുടെ സൂപ്പർ സ്ട്രക്ചറിന്റെ നിദാനമാകുന്നത്. അപ്പൊ ഡിറ്റർമിനിസം, ഹിസ്റ്റോറിക്കൽ നെസസിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ദ ഡിറ്റർമിനിസം. ഇനി he believed that all great political, social and intellectual movements of the history have been determined by the economical environment. ഇതിനൊക്കെ ഡിറ്റർമിനേഷൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ എക്കണോമിക്കൽ എൻവയോൺമെന്റ് ഓഫ് യുവർ സൊസൈറ്റി. ഓക്കെ, ആ ഒരു കാര്യം. ഈ ആർഗ്യൂയിങ് ദാറ്റ് ഇനി ഇദ്ദേഹത്തിന്റെ ഡയലക്റ്റിക്കൽ മാറ്റർ ആണ്, ഡയലക്റ്റിക്സ് ഓഫ് മാറ്റർ ആണ് ഇനി നമ്മൾ പരിചയപ്പെടാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം പറഞ്ഞു, ഡിറ്റർമിനിസം പറഞ്ഞു, then dialectics of material, matter, dialectics of matter.
മാർക്സ് അപ്ലൈഡ് ഡയലക്ടിക്സ് ടു ദ മെറ്റീരിയൽ വേൾഡ്. ഈ ഡയലക്ടിക്സത്തെ അദ്ദേഹം മെറ്റീരിയൽ വേൾഡിലേക്ക് അപ്ലൈ ചെയ്തു. ഹി ആർഗ്യൂയിങ് ദാറ്റ് ചേഞ്ചസ് ഹാപ്പൻ വെൻ ദ പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ഓഫ് ദ സൊസൈറ്റി കം ഇൻ ടു കോൺഫ്ലിക്റ്റ്. നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷൻ പ്രോസസ്സ് തമ്മിൽ സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്തല്ലേ മാറ്റം വരുന്നത്. പ്രൊഡക്ഷൻ ഫോഴ്സസ് ഓഫ് ദ സൊസൈറ്റി കം ഇൻ ടു കോൺഫ്ലിക്റ്റ് വിത്ത് ദ എക്സിസ്റ്റിംഗ് റിലേഷൻസ് ഓഫ് ദ പ്രൊഡക്ഷനുമായിട്ട് അവർ തമ്മിലുള്ള സംഘർഷം നടക്കും. സമൂഹത്തിലെ ഉൽപ്പന്ന ശക്തികൾ നിലവിലുള്ള ഉൽപ്പന്ന ബന്ധങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് സംഭവിക്കുന്നത്. ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തിലും മാറ്റം വരുത്തും, ഹിസ്റ്ററിയിലും ചരിത്രത്തിലും മാറ്റം വരുത്തും എന്നുള്ളതാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ചില. അപ്പൊ നിങ്ങൾ മറന്നുപോയല്ലോ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ഡിറ്റർമിനിസം എന്നൊരു ആശയം വളരെ പ്രാധാന്യമായിട്ടുള്ള ആശയമാണ്. അപ്പൊ ഈ ഡയലക്റ്റിക്സത്തെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, ഡയലക്റ്റിക്സം എന്ന ആശയം കൊണ്ടുവന്നത് ആരായിരുന്നു? ഹെഗലായിരുന്നു. അദ്ദേഹത്തിന്റെ ഐഡിയ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ തിയറി ഓഫ് സോഷ്യലിസ്റ്റ് ഇവല്യൂഷൻ, സോഷ്യലിസ്റ്റ് ഇവല്യൂഷൻ എന്നൊരു ആശയം കൊണ്ടുവന്നതും ആരാ? കാറൽ മാർക്സ് ആണ് കേട്ടോ. സോഷ്യലിസ്റ്റ് ഇവല്യൂഷൻ, അത് എല്ലാവർക്കും അറിയാം. സോഷ്യലിസ്റ്റ് എവല്യൂഷൻ, സോഷ്യലിസ്റ്റ് എവല്യൂഷൻ എന്ന ആശയം കൊണ്ടുവന്ന് മാർക്സ് സ്റ്റഡീഡ് ദ വർക്കേഴ്സ് വിൽ ഡിസ്ട്രോയ് ദ ക്യാപിറ്റലിസം അൾട്ടിമേറ്റ്ലി ആൻഡ് എസ്റ്റാബ്ലിഷ് സോഷ്യലിസം. അദ്ദേഹം പറയുന്നു സോഷ്യലിസം എന്നൊരു ആശയം സമൂഹത്തിൽ നമ്മുടെ തൊഴിലാളി വർഗം കൊണ്ടുവരും. അത് എങ്ങനെയാ കൊണ്ടുവരുന്നത്? മാർക്സ് സ്റ്റഡീഡ് ദ വർക്കേഴ്സ് വിൽ ഡിസ്ട്രോയ് ദ ക്യാപിറ്റൽ, മുതലാളിത്തത്തെ എന്നേക്കുമായിട്ട് നമ്മൾ തൊഴിലാളികൾ നശിപ്പിച്ചുകൊണ്ട് അവർ സൊസൈറ്റിയിൽ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയസ് കൊണ്ടുവരും. ദ തിയറി ഓഫ് സോഷ്യലിസ്റ്റ് ഇവല്യൂഷൻ, മാർക്സ് സ്റ്റഡീഡ് ദാറ്റ് ദ വർക്കേഴ്സ് വിൽ ഡിസ്ട്രോയ് ദ ക്യാപിറ്റലിസം ആൻഡ് അൾട്ടിമേറ്റ്ലി ആൻഡ് എസ്റ്റാബ്ലിഷ് സോഷ്യലിസം. ഓക്കെ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് ഇവല്യൂഷൻ എന്നൊരു ആശയം. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു ആശയമാണ് ഈ ആൾസോ ഇൻട്രൊഡ്യൂസ് ദ ഡോക്ട്രിൻ ഓഫ് സർപ്ലസ് വാല്യൂ. എന്താണ് അതൊന്ന് എഴുതി വെച്ചോണം. സർപ്ലസ് വാല്യൂ, ഞാൻ അതൊക്കെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. സർപ്ലസ് വാല്യൂ എന്നൊരു ആശയം കൊണ്ട് ഈ ആൾസോ ഇൻട്രൊഡ്യൂസ് ദ ഡോക്ട്രിൻ ഓഫ് സർപ്ലസ് വാല്യൂ വിച്ച് ഡിഫൈൻ ദ ഹിസ് ഓൺ വേ ദാറ്റ് ദ വാല്യൂ ഈസ് ലേബർ ക്രൈറ്റലൈസ്ഡ്. ഈ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിലാണ് ഈ സർപ്ലസ് വാല്യൂ ഉണ്ടല്ലോ, ഒരു എക്കണോമിക്കൽ വ്യൂ പോയിന്റിലൂടെ അല്ല. അദ്ദേഹം പറഞ്ഞു ഈ സർപ്ലസ് വാല്യൂവിന്റെ ഡിറ്റർമിനേഷൻ ചെയ്തെടുക്കുന്ന ആരാണ്? ലേബേഴ്സ് ആണ്, തൊഴിലാളികളാണ്. ദ വർക്കേഴ്സ് റിസീവ് ദ വേജ് വിച്ച് ഓർഡിനറിലി ഇസ് ദ ജസ്റ്റ് എനഫ് ദ എനേബിൾ ഹിം ടു subsist. He difference between the value he produce, the value of the receive. അവര് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് അവർക്ക് ലഭിക്കുന്ന സർപ്ലസ് വാല്യൂ എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മൂല്യം, ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മൂലധനം, അല്ല അവർക്ക് ലഭിക്കുന്ന എന്താ പറയുന്ന വേജസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ദ പ്രൊഡ്യൂസ് ആൻഡ് വാല്യൂ ദ റിസീവ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ വാല്യൂ, അവർക്ക് ലഭിക്കുന്ന വേജസിന്റെ വാല്യൂ, ദേ ഗെറ്റ് ദ റിസീവ്, അതാണ് വാല്യൂ. ദിസ് ഇസ് എ സർപ്ലസ് വാല്യൂ ഗോസ് ടു ദ ക്യാപിറ്റലിസ്റ്റ്. അതാണ് ക്യാപിറ്റലിസ്റ്റിലേക്ക് പോകുന്ന സർപ്ലസ് വാല്യൂ. സർപ്ലസ് വാല്യൂ എന്ന് പറയുമ്പോൾ ആക്ച്വലി വർക്കേഴ്സിന് അവർ ഏൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു വേജസ്, അതും ഒരു വാല്യൂ ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് പിന്നെ ലഭിക്കുന്ന വാല്യൂ, അതും ഒരു വാല്യൂ ആണ്. ഈ വാല്യൂകൾ തമ്മിലുള്ള ആ ഒരു ഈ വാല്യൂസിനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് വാല്യൂ, ഇത് തമ്മിലുള്ള വ്യത്യാസം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് വാല്യൂ ദാറ്റ് പ്രൊഡ്യൂസ് ദ വാല്യൂ, റിസീവ് ദ വാല്യൂ, ദാറ്റ് മീൻസ് ദ സർപ്ലസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനിസം, സോഷ്യലിസ്റ്റ് ഇവല്യൂഷൻ എന്നൊരാശയം, സർപ്ലസ് വാല്യൂ, പിന്നെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, ഡയലക്ട്രിക്കൽ ഐഡിയലിസം, ഇതെല്ലാം നമ്മുടെ കാൾ മാർക്സുമായിട്ട് ബന്ധപ്പെടുത്തി. ഇതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റുകൾ. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ദെൻ ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു പാർട്ടിലേക്കും കൂടി ഒന്ന് കടന്നു പോവുകയാണ്. പിന്നെ അദ്ദേഹത്തെ ക്ലാസ്റ്ററുകൾ എന്നൊരു ആശയം കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാലോ അല്ലെ? ക്ലാസ്റ്ററുകൾ എന്നുള്ള ആശയം എപ്പോഴും കൊണ്ടുവന്നത് മാർക്സ് ആണ്. കാൾ മാർക്സിയൻ റിഗാർഡ് ദ ഡോക്ട്രിൻ ഓഫ് ക്ലാസ്റ്ററുകൾ ആസ് ദ വിറ്റൽ ഫീച്ചർ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ദ ക്ലാസ്റ്ററുകൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ക്ലാസ്റ്ററുകളുണ്ട്. അപ്പൊ ഈ ക്ലാസ്റ്ററുകൾസ് തന്റെ സൊസൈറ്റിയിൽ നടക്കുന്നതിന്റെ ഫലമായിട്ട് ദ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദി ഗീവ് ബ്രത്ത് ടു സോഷ്യൽ റെവല്യൂഷൻ. അപ്പൊ സോഷ്യൽ റെവല്യൂഷൻസുകൾ ലോകത്ത് സംഭവിക്കാം. ബട്ട് ദിസ് ഈസ് നോട്ട് ട്രൂ ഇൻ എവരി. എല്ലാ കാലത്തും സത്യമാകണമെന്നില്ല. കാര്യം ഈ സോഷ്യൽ റെവല്യൂഷൻസുകളല്ലേ നമ്മൾ ഗ്രേറ്റ് ഫ്രഞ്ച് റെവല്യൂഷൻ, ഗ്രേറ്റ് ഗ്ലോറിയസ് റെവല്യൂഷൻ, അതുപോലെ തന്നെ റിനൈസൻസ്, ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഈ ക്ലാസ്റ്ററുകളല്ലേ കണ്ടിട്ടുള്ളത്. സൊസൈറ്റിയിൽ നമ്മൾ എപ്പോഴും ഈ പിന്നെ അതേ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ക്ലാസ്റ്ററുകൾ ഇല്ലാതെ ഹിസ്റ്ററി പോലും ഇല്ല. അപ്പോ സൊസൈറ്റിയിൽ നമ്മൾ എപ്പോഴും സ്ട്രഗിള്, ഇപ്പൊ നന്മയും തിന്മയും തമ്മില്, ഉടമയും തൊഴിലാളിയും തൊഴിലാളിയും ഉടമയും തമ്മിലുള്ള എന്താ പറയുന്ന ക്ലാസ് സ്ട്രഗിൾസുകൾ ഇങ്ങനെ കണ്ടിന്യൂ ആണ്. നന്മയും എവിടെ ഉണ്ടോ നന്മ, അവിടെ തിന്മയും, നമ്മുടെ തീസസും ആന്റി തീസസും തമ്മിലുള്ള എന്താ ക്ലാസ് സ്ട്രഗിൾസ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം.
അപ്പൊ ഈ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമേ ആ ക്ലാസ് സ്ട്രഗിൾസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചരിത്രം പോലും എമർജ് ചെയ്തു ഈവൻസ് ഉണ്ടാവണ്ടേ നമുക്ക്. വെറുതെ എന്തെങ്കിലും ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവണ്ടേ. ആ സംഭവങ്ങൾക്ക് നിദാനം ക്ലാസ് സ്ട്രഗിളാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ ഒരു ആശയം ആക്ച്വലി മാത്സ് വാസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഹെഗൽ. അദ്ദേഹത്തെ വളരെ സ്വാധീനം ചെലുത്തിയത് ഹെഗലിന്റെ ഐഡിയലിസമാണ്. മാത്സ് യൂസ്ഡ് ദ ഹെഗലിയൻ ഡയലക്ടിക്സ് ഫോർ ദ എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററി ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടി കാറൽ മാർക്സ് ഹെഗലിയൻ ഡയലക്റ്റിക്കൽ ഐഡിയാസ് ആണ് അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മേ ബി നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കണം. കാര്യം ഇതിന്റെ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനൊന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് അന്റോണിയോ ഗ്രാംസ്കിയെ കുറിച്ച് പഠിക്കുകയാണ്. ഇനി അന്റോണിയോ ഗ്രാംസ്കി ദ ക്രിട്ടിക് ഓഫ് ഡിറ്റർമിനിസം. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്റോണിയോ ഗ്രാംസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡിറ്റർമിനിസത്തിന്റെ ഒരു ക്രിട്ടിക് ആയിരുന്നു. ഗ്രാംസ്കി ഡെവലപ്ഡ് അദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് ഒരു ആശയം കൊണ്ടുവന്നു. ഫർദർ ബൈ ക്രിട്ടിസൈസിങ് ദാറ്റ് ഹി സോ എസ് ഓവർലി ഡിറ്റർമിനിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് മാത്സ്, particularly those that focus only the economical base. അദ്ദേഹം ഗ്രാംസ്കി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസം എന്നൊരു കോൺസെപ്റ്റിനെ അദ്ദേഹം കൂടുതൽ കോംപ്രഹെൻസീവ്ലി ഇന്റർപ്രിട്ടേഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം കാർൽ മാർക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ്, ആ ഡിറ്റർമിനിസം, ദാറ്റ് മീൻസ് ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻസിനെ, മെറ്റീരിയൽ ഇന്റർപ്രിട്ടേഷൻസിനെ, ഡിറ്റർമിനിസത്തിനെ അദ്ദേഹം നിശ്ചിതമായി എതിർത്തു. കാര്യം പർട്ടിക്കുലർലി ദോസ് ദാറ്റ് അദ്ദേഹം കാർൽ മാർക്സ് ഫോക്കസ് ചെയ്യുന്ന ഓൺലി എക്കണോമിക്കൽ ബേസ് ഓഫ് ദ സൊസൈറ്റിയാണ്. അതിലൂടെ എക്കണോമിക്സിൽ പ്രൊഡക്ഷൻ പ്രോസസ്സും എന്താ സർപ്ലസ് വാല്യൂ അതിനെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ, പിന്നെ അന്റോണിയോ ഗ്രാംസ്കിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് എന്നവർ അല്ലെങ്കിൽ ആ ഡിറ്റർമിനിസം എന്ന് പറയുന്ന ആശയം മാർക്സിന്റെ വ്യാഖ്യാനത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു അന്റോണിയോ ഗ്രാംസ്കി. അദ്ദേഹം എന്തായിരുന്നു അഭിപ്രായപ്പെട്ടത്? അദ്ദേഹം കൊണ്ടുവന്ന ഒരു ആശയമായിരുന്നു ഹെഗ്മണി. സോ ഹെഗ്മണി ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഹെഗ്മണി to explain how dominant class maintaining power not just through the force but by spreading its own value and culture to control the superstructure. നേരത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ആ സൂപ്പർ സ്ട്രക്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായിട്ടുള്ള സ്കൂൾ, ചർച്ച്, മീഡിയ, ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എങ്ങനെയാണ് എന്താ പറയുക സൂപ്പർ സ്ട്രക്ചറിനെ അവരുടെ കൺട്രോളിന്റെ അകത്തേക്ക് എത്തിക്കുന്നത് എന്നാണത്. ഇല്ലാതെ എക്കണോമിക്കൽ ബേസിലൂടെ മാത്രം ഈ പിന്നെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സൂപ്പർ സ്ട്രക്ചറിനെ നമ്മൾ കൺട്രോളിങ് ചെയ്യാൻ കഴിയത്തില്ല. അത് അങ്ങനെ ഒരു ആശയത്തിലൂടെയാണ് ആര് വന്നത്? നമ്മുടെ അന്റോണിയോ ഗ്രാംസ്കി വന്നിട്ടുള്ളത്. അപ്പോൾ ആധിപത്യം, അദ്ദേഹമാണ് ഹെഗ്മണി മീൻസ് ആധിപത്യം. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഹെഗ്മണി. അദ്ദേഹമാണ് ഹെഗ്മണി എന്നറിയപ്പെടുന്ന ആശയം കൊണ്ടുവന്നത്. അത് പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിക്കും, ഹെഗ്മണി ടു എക്സ്പ്ലെയിൻ ഹൗ ഡോമിനന്റ് ക്ലാസ് മെയിൻറ്റെയിൻ പവർ. ഈ ഡോമിനന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണ് ആധിപത്യ വർഗം അല്ലെങ്കിൽ ഡോമിനന്റ് ക്ലാസ്സുകൾ തന്റെ ബലപ്രയോഗത്തിലൂടെ മാത്രമാണോ അധികാരം നേടിയെടുക്കുന്നത്? പവർ നോട്ട് ജസ്റ്റ് ത്രൂ ദ ഫോഴ്സിലൂടെ മാത്രമല്ല, ബട്ട് സ്പ്രെഡിങ് ഇറ്റ്സ് ഓൺ വാല്യൂ. അവർ വാല്യൂ, നന്മ തന്റെ സമൂഹത്തിൽ പടർന്നു കൊടുക്കണം. ആൻഡ് കൾച്ചർ, സംസ്കാരം ടു കൺട്രോൾ. അപ്പൊ നമ്മൾ സമൂഹത്തില് അധികാരം പിടിച്ചെടുക്കുന്നത് പവറിലൂടെ മാത്രമല്ല, അല്ലെ ഫോഴ്സിലൂടെ മാത്രമല്ല, മറിച്ച് സൊസൈറ്റിയിൽ നമ്മളൊരു നന്മ കൊടുക്കുക, നമ്മൾ വാല്യൂ കൊടുക്കുക, മൂല്യങ്ങളും സംസ്കാരവും ഒക്കെ എത്തിക്കുക. അങ്ങനെ നമ്മുടെ ഈ സൊസൈറ്റിയെ, നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ എന്താ പറയുക, ആ ഒരു സൊസൈറ്റി എന്ന സൂപ്പർ സ്ട്രക്ചറിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുണ്ട്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മൂല്യത്തെയും നമ്മുടെ സത്യസന്ധതയൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകളുണ്ട്, ചർച്ചസുകളുണ്ട്, മീഡിയാസുകളുണ്ട്. അങ്ങനെ ഇതിനെയാണ് അദ്ദേഹത്തിന്റെ ആധിപത്യം, കൾച്ചറൽ ഹാഗ്മണി എന്നറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റ്. ഒരിക്കലും മറക്കരുത്. ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അന്റോണിയോ ഗ്രാംസ്കിയുടെ. അപ്പൊ അങ്ങനെ നമ്മൾ ആ സൂപ്പർ സ്ട്രക്ചറിനെ, സൊസൈറ്റി ദാറ്റ് എന്താ പറയുന്നത്, ദാറ്റ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആ സൂപ്പർ സ്ട്രക്ചറിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ വാല്യൂ, നമ്മുടെ എത്തിക്സ്, നമ്മുടെ നന്മ, നമ്മുടെ വിർച്യൂസ്, എവറിത്തിങ് ഇത് നമ്മൾ ഇമ്പാക്ട് ചെയ്യണം നമ്മുടെ സൊസൈറ്റിയിൽ. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മീഡിയ, സ്കൂൾസ് ആൻഡ് ചർച്ചസ്. ഓക്കെ, ഇതാണ് കൾച്ചറൽ ഹെഗ്മണി എന്ന അന്റോണിയോ ഗ്രാംസ്കിയുടെ സിദ്ധാന്തം. ഓക്കെ, ക്ലിയർ യു ഗെറ്റ്. നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇനി നമ്മളൊരു പുതിയൊരു കോൺസെപ്റ്റിലേക്ക് കടക്കാൻ പോവാണ്, അനലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. ആക്ച്വലി അനലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയെ കുറിച്ച് മറ്റു ചില വീഡിയോസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സൊക്കെ നിങ്ങൾ വളരെ വിശദീകരിച്ചുകൊണ്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ഭാഗത്തും വിത്ത് ദ പാർട്ട് ഓഫ് ദിസ് മൊഡ്യൂൾ വി ആൾസോ ഡിസ്ക്രൈബ് അബൌട്ട് ദ അനലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി once again. So
അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമ്മൾ അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്ററി, നമ്മൾ ഒരുപാട് കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി, സബാൾട്ടൻ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈസ് ലൈക്ക് ഇത് നമുക്ക് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി വേണമെങ്കിൽ ഒരു മോഡേൺ ടൈപ്പ് ഓഫ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നോ ഒരു ടോട്ടൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ടൈമിനൊക്കെ ഇമ്പോർട്ടന്റ് കൊടുത്ത ദർ ഈസ് നോ കമ്പാർട്ട്മെന്റലൈസേഷൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന ഒരു ആശയമായിരുന്നു നമ്മുടെ എന്ത് പറയുന്നത് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയിലേക്ക് ഒന്ന് കടക്കാം. ഇനി ദ അനൽസ് സ്കൂൾ വാസ് എ ഫ്രഞ്ച് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ദാറ്റ് ഫൗണ്ടഡ് ഇൻ 1929 ബൈ ദ മാർക്ക് ബ്ലോക്ക് ലൂസിയൻ ഫെബ്രി നാംഡ് ആഫ്റ്റർ ഹിസ് ജേണൽ അനൽസ് ഡി ഹിസ്റ്റോറിക്ക എക്കണോമിക്കി ഇറ്റ് സോഷ്യലി. ഞാൻ ഈ ഒരു ഇവരുടെ ജേണൽ വായിച്ചത് അനൽസ്, അവരുടെ ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിക്കൽ ജേണൽ എൻറ്റൈൽഡ് അനൽസ്. നിങ്ങൾ ആക്ച്വലി അനാൽസ് എന്ന് വായിച്ചെടുക്കുക, അനാൽസ് സ്കൂൾ ഓഫ് ആണ്. പക്ഷെ ഞാൻ ആ ഒരു എന്താ പറയുന്നത് ഫ്രഞ്ച് വേർഡാണ് പറഞ്ഞു പോയത് കേട്ടോ. അതുകൊണ്ടാണ് എന്താ പറയുന്നത് അനൽസ് ഡി ഹിസ്റ്റോറി ഡി എക്കണോമിക്കി സോഷ്യലി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചു പോയത്. അനൽസ് ഡി ഹിസ്റ്റോറിയൻ എക്കണോമിക്കറ്റ് സോഷ്യലി എന്നൊരു പേർഡ് അവരുടെ ജേണലാണ് 1929 മാർക്ക് ബ്ലോക്കും ലൂസിയൻ ഫെബ്രയും ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. അവരുടെ ജേണലായിരുന്നു ആക്ച്വലി. അപ്പൊ ഫ്രാൻസിലായിരുന്നു ഇത് ആദ്യം തുടക്കം കുറിച്ചത്. ഓക്കെ, ഇനി ഇവരുടെ ആശയങ്ങൾ നമുക്കൊന്ന് നോക്കണം. ദ അനൽസ് സ്കൂൾ എന്താ പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവൽ ഗ്രൂപ്പ് ഓഫ് ലീഡിംഗ് ഹിസ്റ്റോറി ബിക്കേം എ ഇന്റർനാഷണൽ ലെവൽ ഓഫ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് who apparently do not strictly adhere to any commonly well developed theory of history and are generally known as critical historian. ആക്ച്വലി ഇതുവരെ ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ തിയറീസ് കാൽമാക്സിന്റെയും ഡയലക്ടിക്സും എന്താ പറയുന്നത് മറ്റെല്ലാ തരത്തിലുള്ള സബാൾഡിനസോ ഒക്കെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ഭാഷയിലൂടെ കടന്നു വന്ന ഒരു ക്രിട്ടിക്കൽ ഹിസ്റ്റോറിയൻസ് ആയിരുന്നു, ഒരു മോഡേൺ ഹിസ്റ്റോറിയൻ ആയിരുന്നു ആക്ച്വലി ആയിരുന്നു പറയുന്നത് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ്. ദേ ഹാവ് കൈൻഡ് ഓഫ് ദ ഡിസ്റ്റന്റ് ഫിലോസഫി. അവർക്ക് ദേ ഹാവ് ദർ ഓൺ ഡിസ്റ്റന്റ് സ്റ്റൈൽ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിലോസഫി ഹിസ്റ്ററി ഉണ്ടായിരുന്നു. ദാറ്റ് സിസ്റ്റം ഓഫ് ദാറ്റ് അനലൈസ് ദ എക്സ്പ്ലനേഷൻ ലിറ്ററി സ്റ്റൈൽ ആൻഡ് അബോ ഓൾ കോപ്പറേറ്റ് ലോയൽറ്റി ടു ഇറ്റ്സ് ഫൗണ്ടിങ് ഫാദേഴ്സ് നാമലി മാർക്ക് ബ്ലോക്ക്, Lucien Febvre, Ferdinand Braudel. They borrowed generally from the sociology, economics, geography. Learned this historian ventured into the new areas of the knowledge without the intention to deserting their own discipline. The process is nourished, nurture, and refreshed history, giving the new lease of the life. അപ്പോ ഒരാശയം മറ്റേ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസിനെയും അവരെ എന്ത് ചെയ്തു, അവര് വിമർശിച്ചുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ലെവലിൽ തിരിഞ്ഞു വന്ന ഒരു ചരിത്രകാരന്മാരായിരുന്നു അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് എന്നറിയപ്പെടുന്നത്. 1929 വന്നത്. അപ്പൊ ഇവര് ദേ ബോറോഡ് ദ ജനറൽ, ഇവർ ഒരുപാട് ഇവരുടെ അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ് ദേവർ ഐഡിയാസ് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ബോറോ ചെയ്തത് സോഷ്യോളജിയിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ജിയോഗ്രഫിയിൽ നിന്നും ലോയിൽ നിന്നുമാണ്. ദിസ് ഹിസ്റ്റോറിയൻ വെഞ്ചേർഡ് ഇൻ ടു ന്യൂ ഏരിയസ് ഓഫ്, അതായത് ഒരു ന്യൂ ഏരിയസ് ഓഫ് നോളജ്, അറിവിന്റെ ഒരു പുതിയ തലത്തിലേക്ക്, അറിവിനെ തന്നെ ഏരിയസ് ഓഫ് ന്യൂ നോളജ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ഓർ ഡെസർട്ടിങ് ദിയർ ഓൺ ഡിസിപ്ലിൻ. അവരുടെ ഡിസിപ്ലിൻ എന്നുള്ളത് ഇത് എന്റെ മാത്രമാണ്, ഞാനായിട്ട് കൊണ്ടുവന്ന കാഴ്ചപ്പാടായിട്ട് വന്നവരല്ല ആക്ച്വലി. ഒരു പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കടം കൊണ്ട ആശയങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദാറ്റ് മീൻസ് ടോട്ടൽ ഹിസ്റ്ററി. ദർ ഈസ് നോ കമ്പാർട്ട്മെന്റലിസം ഇൻ ഹിസ്റ്ററി, ദാറ്റ് ഈസ് ദെയർ ഓൺ വ്യൂ പോയിന്റ് അബൌട്ട് ഇൻ ഹിസ്റ്ററി എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോ മനസ്സിലായി. എന്ന് മാത്രമല്ല ഇൻ ദിസ് പ്രോസസ് ദേ ആർ നറിഷ്ഡ്, നർച്ചേർഡ് ആൻഡ് റിഫ്രഷ്ഡ് ദ ഹിസ്റ്ററി. ഹിസ്റ്ററിക്ക് ഒരു പുതിയ ഉണർവ് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഇവരുടെ ഒരു അഭിപ്രായം. ആൻഡ് ഓൾസോ they rejected the decompartmentalization and specialization, the sphere of the separated from the others. അതേ അവർ പറഞ്ഞു ഈ ചരിത്രത്തിൽ നമ്മൾ സോഷ്യോളജിയിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ജിയോഗ്രഫിയിൽ നിന്നൊക്കെ മാറ്റി ഒരു പുതിയ ശാഖയായിട്ടൊന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. there is no compartmentalization ആക്ച്വലി ഇൻ ഹിസ്റ്ററിക്ക് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ ഒന്നും ആവശ്യമില്ല എന്നാണ് അവർ വാദിച്ചത്. ആൻഡ് ആൾസോ ദേ വ്യൂ പോയിന്റ് ഓഫ് ദ ഹിസ്റ്ററി ഈസ് merely a holistic viewpoint. ഒരു സമഗ്രവാദികളായിരുന്നു. ഹിസ്റ്ററി they think that history as the integrated rather synthesis, philosophical history, historism, they are eliminated the illustrate the both of them rather with the uniqueness of the detailed historical findings. ഒരു ഫിലോസഫിക്കൽ ഐഡിയാസ് ഒന്നോ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ട് അവരുടേതായിട്ടുള്ള ഭാഷയിലൂടെ പറയാൻ ശ്രമിച്ചു, ഹിസ്റ്ററി ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചവരായിരുന്നു അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ തന്നെ ദ ഡിസ്ക്രൈബ് ഹിസ്റ്ററി ആൻഡ് സയൻസ് ഓഫ് ഹ്യൂമാനിറ്റി. ഹിസ്റ്ററി ആൻഡ് സയൻസ് ഓഫ് ഹ്യൂമാനിറ്റി, സയൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് വെച്ചാൽ ഒരു പ്യുവർലി സയൻസ് അല്ല, സയൻസ് ഓഫ് ഹ്യൂമാനിറ്റി, ഹ്യൂമാനിറ്റിയുടെ മാനവികതയുടെ ചരിത്രത്തിനാണ് അവർ ഇമ്പോർട്ടൻസ് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെയായിരുന്നു അനൽസ് സ്കൂൾ. ആൻഡ് ആൾസോ ഇവർ പറഞ്ഞു ദ അനൽസ് സ്കൂൾ പുട്സ് സ്പെഷ്യൽ എംബസൈസ് ഓൺ ദ ഓർഗാനിക് നാച്ചർ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഒരു ജൈവപരമായിട്ടുള്ള ഒരു നാച്ചുറൽ സ്വഭാവത്തെ ആൻഡ് ദ വാലിഡിറ്റി ഓഫ് ദ മാൻ. മനുഷ്യന് അവർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തു. അല്ല, മനുഷ്യനും അവർ ആ സൊസൈറ്റിക്കും എല്ലാം അവർ വളരെ പ്രാധാന്യം. അപ്പൊ അവരുടെ അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മെയിൻ പോയിന്റുകളായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ അവരെപ്പോഴും കണ്ടത് ഹിസ്റ്ററി ആസ് എ സയൻസ്. ചരിത്രത്തെ അവർ ശാസ്ത്രമായിട്ടാണ് കരുതിയിരുന്നത്. ഇനി നമ്മൾ ഇതിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫസ്റ്റ് ജനറേഷൻ, ദ സെക്കൻഡ് ജനറേഷൻ, ആൻഡ് തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ. ഇനി നമ്മൾ ഇതിന് ഓരോ ജനറേഷൻസ് ആയിട്ട് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, തരംതിരിച്ച് മനസ്സിലാക്കി അങ്ങ് പഠിക്കാൻ പോവാണ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് സ്കൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്ക് ബ്ലോക്കും ലൂസി ആൻഡ് ഫെബ്രി ഒക്കെ വരുന്നത് ഈ ഫസ്റ്റ് സ്കൂളിലാണ്. സെക്കൻഡ് ജനറേഷൻ 1956 മുതലാണ് വരുന്നത്. ദാറ്റ് ഈസ് ഫെർണാണ്ട് ബ്രൗഡൽ ആണ്. ഫെർണാണ്ട് ബ്രൗഡൽ. തേർഡ് ജനറേഷൻ ഇമാനുവൽ ലേറോയ് ലദൂരിയാണ് വരുന്നത്. ഇനി ഫോർത്ത് ജനറേഷൻ റോജർ ചാപ്റ്റിയർ. മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഫോർത്ത് ജനറേഷൻസ് എന്ന് പറയുന്നത് റോജർ ചാപ്റ്റിയർ. മറക്കല്. അത് ഫസ്റ്റ് ജനറേഷൻ മാർക്ക് ബ്ലോക്ക്, പിന്നെ ലൂസിയൻ ഫവ്രി, സെക്കൻഡ് ജനറേഷൻ ഫെർഡാൻഡ് ബ്രൗഡൽ, തേർഡ് ജനറേഷൻ ഇമാനുവൽ ലേറോയ് ലദൂരി, ഫോർത്ത് ജനറേഷൻ റോജർ ചാപ്റ്റിയർ. അപ്പോൾ ഇവരിലൂടെയാണ് ഈ ഒരു സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഡെവലപ്മെന്റ് ആൻഡ് ദ സ്റ്റേജസ് ഓഫ് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫസ്റ്റ് സ്കൂളിലേക്ക് ഒന്ന് കടന്നു പോകാം. മാർക്ക് ബ്ലോക്ക് ആൻഡ് ലൂസിയൻ ഫെബ്രി, ദ കോ ഫൗണ്ടേഴ്സ് ഓഫ് ദ ജേണൽ അനൽസ് ഡി ഹിസ്റ്റോറി എക്കണോമിക് എറ്റ് സോഷ്യലി ഇൻ 1929. ആൻഡ് ദ ഹെൻറി ഹൗസർ ആൾസോ. ഹെൻറി ഹൗസറിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഹെൻറി ഹൗസർ കണ്ടോ, ഹെൻറി ഹൗസർ. ഇതേയും കൂടി മറ്റൊരു ഈ ഒരു സ്കൂളിന്റെ ഒരു വൺ ഓഫ് ദി ഫൗണ്ടിങ് ഫാദേഴ്സിൽ വരുന്ന വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഹെൻറി ഹൗസർ. ഫോക്കസ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചസ്, കമ്പാരിറ്റീവ് സ്റ്റഡീസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഹിസ്റ്ററി ആൻഡ് ദ സ്റ്റഡി ഓഫ് കളക്റ്റീവ് മെന്റാലിറ്റീസ്. അപ്പൊ ഇവര് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചത് എന്തിനെയായിരുന്നു? ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചസ്. ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, സോഷ്യോളജി, ജിയോഗ്രഫി, എക്കണോമിക്സ്, പിന്നെ ഇവയൊക്കെ ചേർന്നിട്ടുള്ള ചരിത്രം എന്ന് പറയുന്ന ഒരു ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചസ് ആണ്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഇവർ നടത്താൻ ശ്രമിച്ചു. താരതമ്യ പഠനം. സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഹിസ്റ്ററി, സാമൂഹികവും സാമ്പത്തികപരമായിട്ടുള്ള ചരിത്രത്തെ പഠിക്കാൻ ശ്രമിച്ചു. ആൻഡ് സ്റ്റഡി ഓഫ് കളക്റ്റീവ് മെന്റാലിറ്റീസ്, മനുഷ്യന്റെ ചില എന്താ പറയുന്നത് മനോഭാവങ്ങൾ, മെന്റാലിറ്റീസ്. അത് ആരും ഇതുവരെയും പഠിക്കാൻ ശ്രമിക്കാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ട് ആത്മഹത്യ വരുന്നു എന്നവർ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ മനുഷ്യന്റെ ആ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ പഠിക്കാൻ അവർ ശ്രമിച്ചില്ല. അപ്പൊ കളക്റ്റീവ് മെന്റാലിറ്റീസിനെ പഠിക്കാൻ ഇവർ ശ്രമിച്ചു. ഇതാണ് ഇവരുടെ ഒരു വലിയൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ആരാ? അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസിന്റെ. ദാറ്റ് മീൻസ് ദ കളക്റ്റീവ് മെന്റാലിറ്റീസിനെ അവർ പഠന വിധേയമാക്കി എന്നുള്ളതാണ്. ഹിസ് മേജർ വർക്ക് ഇൻക്ലൂഡ് അദ്ദേഹത്തിന്റെ ചില മേജർ ആയിട്ടുള്ള വർക്ക്സുകളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഹിസ് മേജർ വർക്ക് ഇൻക്ലൂഡ് ദ ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി, പിന്നെ ഫ്യൂഡൽ സൊസൈറ്റി ആൻഡ് ഹിസ് പോസ്റ്റ്മോസ്റ്റ്ലി പബ്ലിഷ്ഡ് ദ മെത്തഡോളജിക്കൽ ഗൈഡ് ഇൻ ഹിസ്റ്റോറിക് ആൻഡ് ക്രാഫ്റ്റ്. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില ബുക്കുകളായിരുന്നു. മാർക്ക് ബ്ലോക്കും ലൂസിയൻ ഫബ്രി. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്ക് ബ്ലോക്കും ലൂസിയൻ ഫാബ്രിയും കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് ഫസ്റ്റ് ജനറേഷൻസ്. പിന്നെ അത് കൂടാതെ നമ്മൾ ഒരാളെയും കൂടെ പറഞ്ഞു. ആരെയാ? ഹെൻറി ഹൗസറിനെ കുറിച്ച് പറഞ്ഞു. ഹെൻറി ഹൗസർ. ഇവരൊക്കെയാണ് ഫസ്റ്റ് ജനറേഷൻസ് ഓഫ് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതില് നമ്മൾ മാർക്ക് ബ്ലോക്കിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ മാർക്ക് ബ്ലോക്ക്. ഹിസ് മേജർ വർക്ക് ഇൻക്ലൂഡിങ് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി 1931, പിന്നെ ഫ്യൂഡൽ സൊസൈറ്റി ആൻഡ് ഫ്യൂഡൽ സൊസൈറ്റി പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ്. ഇറ്റ് ഈസ് പോസ്റ്റ്മോസ്റ്റ്ലി പബ്ലിഷ്ഡ് മെത്തഡോളജിക്കൽ ഗൈഡ് ഇൻ ഹിസ്റ്റോറിയൻ ക്രാഫ്റ്റ്. അതിൽ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമായിരുന്നു. അതാ പറഞ്ഞത്. ആൻഡ് ഹിസ് പോസ്റ്റ്മോസ്റ്റ്ലി പബ്ലിഷ്ഡ് മെത്തഡോളജിക്കൽ ഗൈഡ് ദ ഹിസ്റ്റോറിയൻ ക്രാഫ്റ്റ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ഇതിൽ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ഹിസ്റ്റോറിയൻ ക്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമായിരുന്നു. കൂടാതെ മെത്തഡോളജിക്കൽ ഗൈഡ്. ദ മേജർ വർക്ക് ഇൻക്ലൂഡ് പിന്നെ ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി, ഫ്യൂഡൽ സൊസൈറ്റി ആൻഡ് ദ പോസ്റ്റ്മോസ്റ്റ്ലി പബ്ലിഷ്ഡ് മെത്തഡോളജിക്കൽ ഗൈഡ് ആൻഡ് ഹിസ്റ്റോറിയൻ ക്രാഫ്റ്റ്. ഇതെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമായിരുന്നു.
ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ലൂസിയൻ ഫെബ്രി ആണ്. ലൂസിയൻ ഫെബ്രി അഡ്വക്കേറ്റഡ് ഫോർ ദ ടോട്ടൽ ഹിസ്റ്ററി. ടോട്ടൽ ഹിസ്റ്ററി എന്നൊരു ആശയം കൊണ്ടുവന്ന ലൂസിയൻ ഫെബ്രി ആയിരുന്നു. ദാറ്റ് റെസിസ്റ്റഡ് compartmentalization and focus on the human mentality. His work included the geographical introduction to history and problem of unbelief in the 16th century. ഇനി ലൂസിയൻ ഫെബ്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ടോട്ടൽ ഹിസ്റ്ററി എന്നൊരു ആശയം കൊണ്ടുവന്നു. അദ്ദേഹം റെസിസ്റ്റ് ചെയ്തു, എതിർത്തു. ചരിത്രത്തിൽ കമ്പാർട്ട്മെന്റലൈസേഷന്റെ ആവശ്യമില്ല. ആൻഡ് ഫോക്കസ് ഓൺ ഹ്യൂമൻ മെന്റാലിറ്റി. ഹ്യൂമൻ മെന്റാലിറ്റീസ്, ചരിത്രം എഴുതുമ്പോൾ ഹ്യൂമൻ മെന്റാലിറ്റീസിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. ഈ വർക്ക് ഇൻക്ലൂഡിംഗ് ജിയോഗ്രഫിക്കൽ ഇൻട്രൊഡക്ഷൻസ് ഓഫ് ഹിസ്റ്ററി. അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ വൺ ഓഫ് ദം ഈസ് ജിയോഗ്രഫിക്കൽ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്ററി ആൻഡ് പ്രോബ്ലം ഓഫ് അൺബിലീഫ് ഇൻ 16th സെഞ്ചുറി. ദ പ്രോബ്ലം ഓഫ് അൺബിലീഫ് ഇൻ 16th സെഞ്ചുറി. ഇതെല്ലാം തന്നെ ലൂസിയൻ ഫാബ്രിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില പുസ്തകങ്ങൾ ആയിരുന്നു. ഇനി നമ്മൾ സെക്കൻഡ് ജനറേഷൻസിലേക്ക് കടക്കാൻ പോവാം. ഇതാണ് സെക്കൻഡ് ജനറേഷൻ. അപ്പൊ സെക്കൻഡ് ജനറേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വൺ ഓഫ് ദ മെയിൻ എന്താ പറയുന്നത് പ്രൊപ്പണന്റ് ഓഫ് ദീസ് ജനറേഷൻ ഇൻറ്റു ഫെർണാൻഡ് ബ്രൗഡൽ ആണ്. ഫെർണാൻഡ് ബ്രൗഡൽ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ജനറേഷനിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫെർണാൻഡ് ബ്രൗഡൽ അദ്ദേഹം ഒരു ലീഡർ ആയിരുന്നു ഈ സെക്കൻഡ് ജനറേഷൻ. പിന്നെ കൂടാതെ ജോർജ് ദൂബി, പിയറി ഗോബർട്ട്, റോബർട്ട് മാൻഡ്രോ പിയറി, ചൗ ജാക്യുസ് ലീ ഗോഫ്, ഏണസ്റ്റ് ലോബ്രോസ്, the long-term socio-economical and geographical structure, quantitative history, the cliometrics. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഹിസ്റ്ററി നിങ്ങൾ ക്ലിയോമാട്രിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ വ്യൂ പോയിന്റിലൂടെ ചരിത്രം ഒരു സ്ഥിതിവിവര കണക്കിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ നമ്മൾ, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രക്ചർ ഓഫ് ഹിസ്റ്ററി. എഴുതുന്നതിനെ വിളിക്കുന്ന ഒരു പേരെന്താ, ക്ലിയോമാട്രിക് സ്റ്റഡീസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? അപ്പോൾ ഇതിനൊക്കെ അവർ എന്ത് ചെയ്തു, പ്രാധാന്യം കൊടുത്തിരുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ എന്താ പറയുക ഫെർണാൻഡ് ബ്രൗഡൽ. ഇനി ഒരു ഫെർണാൻഡ് ബ്രോഡലിനെ കുറിച്ചിട്ട് പറയാൻ, ബ്രോദൽ എന്നും പറയാം കേട്ടോ, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, ബ്രോദൽ എന്നും വായിക്കാം, ബ്രോദൽ. സോ ഫെർണാൻഡ് ബ്രോദലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ജോഗ്രഫിക്കൽ സ്ട്രക്ചേഴ്സിലൊക്കെ എഴുതുന്നതിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ലോങ് ദൂരി എന്നറിയപ്പെടുന്ന ഒരു ആശയം, മീൻസ് ചരിത്രത്തിന്റെ ചില സമയവ്യവസ്ഥകളെ കുറിച്ചൊക്കെ പറഞ്ഞു പോയത് ഈ ബ്രോദലായിരുന്നു. ആരാ? ബെർണാൻഡ് ബ്രോദൽ. ഓക്കെ, കൂടാതെ ആരൊക്കെയാണ്? ദൂബി, പിയറി ഗൗബർട്ട്, റോബർട്ട് മാൻഡ്രോ, പിയറി ചൗനു, ജാക്വിസ് ലേ ഗോഫ്, ഏണസ്റ്റ് ലാബ്രൂസ്. പേരുകളൊന്നും മറക്കരുത്, കാര്യം ഇവരൊക്കെ ചോദിക്കാൻ, ഇവരൊക്കെ സെക്കൻഡ് ജനറേഷൻസ് ആണ്. ലോങ് ടൈം സോഷ്യോ എക്കണോമിക് ആൻഡ് ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഹിസ്റ്ററി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. ദാറ്റ് ഈസ് ക്ലിയോമെട്രിക്സ്, റീജിയണൽ സ്റ്റഡീസ് ആൻഡ് ഡൗൺ പ്ലേയിങ് ഷോർട്ട് ടൈം ഈവൻറ്റ്സ്. ബ്രൗദൽ സെമിനൽ വർക്ക്സ്. ഇനി ബ്രൗദലിന്റെ സെമിനൽ ആയിട്ടുള്ള ചില വർക്ക്സ്, ഇതെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഒരു സാമൂഹിക പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലും ക്വാണ്ടിറ്റേറ്റീവ് ഹിസ്റ്ററിയും റീജിയണൽ സ്റ്റഡീസിനും ഒക്കെ തന്നെ ചരിത്ര സംഭവങ്ങൾക്ക്, ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങൾക്കൊക്കെ തന്നെ അവര് ചരിത്രത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. ഇനി ബ്രൗദലിന്റെ സെമിനൽ വർക്കാണ് മെഡിറ്റേറിയൻ ആൻഡ് ദ മെഡിറ്റേറിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ മെഡിറ്റേറിയൻ ആൻഡ് ദ മെഡിറ്റേറിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ്. ഇത് ബ്രൗദലിന്റെ ഒരു സെമിനൽ വർക്ക് കൂടിയായിരുന്നു. ഈ വർക്കിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോയി ചോദിക്കത്തില്ലെങ്കിലും ബ്രൗദലിന്റെ വർക്കുകൾ ചോദിക്കും, അദ്ദേഹം ഏത് ജനറേഷൻസ് ആയിട്ടിരുന്നു ഒക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആ പാർട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നത്. ദീസ് ജനറേഷൻസ് ഓർ ദ ഷിഫ്റ്റ് ടുവേഴ്സ് കൾച്ചറൽ ആന്ത്രോപോളജി ആൻഡ് റിനൗഡ് എംഫസൈസ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസ് മൂവിംഗ് അവേ ഫ്രം ബ്രൗദൽ സ്ട്രിക്റ്റ് സ്ട്രക്ചറലിസം. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ these generations are the shift towards cultural anthropology and renowned emphasis on the history of the mentalities moving from Braudel strict structuralism. ഇനി നമുക്ക് അടുത്ത തേർഡ് ജനറേഷനിലേക്ക് ഞാൻ കടക്കാൻ പോവാണ് കേട്ടോ. തേർഡ് ജനറേഷൻ. അപ്പൊ തേർഡ് ജനറേഷനിൽ കടക്കുന്നതിന് മുമ്പ് തേർഡ് ജനറേഷൻസിന്റെ ആ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, പ്രധാനപ്പെട്ട ലീഡർ എന്നറിയപ്പെടുന്ന ഈ ഒരു ജനറേഷന്റെ ആരാണ്? ഇമാനുവൽ ലേ റോയ് ലതൂരി ആയിരുന്നു. അദ്ദേഹം ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാര്യമുണ്ട്. എന്താ? മൈക്രോ ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസ്. മറക്കല്ലേ, ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസ് എന്നൊക്കെ എടുത്തു നോക്കിയുമ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാവരും കൊണ്ടുവന്നില്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസിന് വളരെ ഒരു ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് ഇമാനുവൽ റോയ് ലതൂരിയാണ് കേട്ടോ. കാര്യം അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൈക്രോ ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസ്, കളക്റ്റീവ് മെന്റാലിറ്റീസ്, ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസിന് ഇമ്പോർട്ടന്റ് കൊടുത്തത് ഇമാനുവൽ ലേ റോയ് ലതൂരി ആയിരുന്നു. ഇനി ഇമാനുവൽ ലേ റോയ് ലതൂരി ഒരു തേർഡ് ജനറേഷൻ ഓഫ് അനാലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻ ആയിരുന്നു. ഇനി ഇദ്ദേഹം ഈ ഒരു ജനറേഷൻസിലേക്ക്, അപ്പൊ നിങ്ങൾ ഈ ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ തേർഡ് ജനറേഷൻ കേട്ടോ, തേർഡ് ജനറേഷൻ.
Third generation saw the shift towards cultural anthropology and renowned emphasis on the history of the mentalities moving from ബ്രൗദൽ സ്ട്രിക്റ്റ് സ്ട്രക്ചറലിസത്തിൽ നിന്നുള്ള ഒരു മാറ്റം. അപ്പോൾ ബ്രൗദലിന്റെ അദ്ദേഹം ഒരു സ്ട്രിക്റ്റ് സ്ട്രക്ചറലിസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്നറിയപ്പെടുന്നത് ഇമാനുവൽ ബ്രൗദൽ സ്ട്രിക്റ്റ് സ്ട്രക്ചറലിസത്തിന് പ്രാധാന്യം കൊടുത്ത ബ്രൗദലായിരുന്നു. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതായത് ഈ ഒരു തലമുറ, രണ്ടാം തലമുറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തേർഡ് പിന്നെ ജനറേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു സാംസ്കാരിക തരത്തിലുള്ള എന്താ കൾച്ചറൽ ആന്ത്രോപോളജി ആൻഡ് റിനോഡ് എംഫസൈസ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ദ മെന്റാലിറ്റീസ് മൂവിങ് എവേ ഫ്രം ബ്രൗദൽ സ്ട്രിക്റ്റ് സ്ട്രക്ചറലിസം. ഇവിടെ ഉള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ബ്രൗദലിന്റെ സ്ട്രക്ചറൽ വാദത്തിൽ നിന്നും ഒരു എന്താ പറയുന്നത് ഒരു കളക്റ്റീവ് ഒരു മെന്റാലിറ്റീസിലേക്ക്, അതാ പറഞ്ഞത് ഒരു മെന്റാലിറ്റീസിലേക്കും, അതായത് ഹിസ്റ്ററി ഫ്രം ദ മെന്റാലിറ്റീസിലേക്ക് മാറി. അതായത് ചരിത്രത്തിന് ഒരു പുതിയ വസ്തുത നിന്നു, പിന്നെ മാനസിക വ്യവസ്ഥയുടെ ചരിത്രത്തിന് ഒരു പുതിയ ഊന്നൽ നൽകി. അതാ പറയുന്നത് കൂടുതൽ എംഫസൈസ് ചെയ്ത മെന്റാലിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ലദൂരി ആയിരുന്നു. മെന്റാലിറ്റീസ് എന്ന് മാത്രമല്ല ടുവേഴ്സ് കൾച്ചറൽ ആന്ത്രോപോളജി ആൻഡ് റിനോഡ് എംഫസൈസ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റി. കൾച്ചറൽ ആന്ത്രോപോളജി എന്ന് വെച്ചാൽ നരവംശ ശാസ്ത്രത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് സാംസ്കാരികവും കൾച്ചറൽ ആന്ത്രോപോളജിക്കും ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസിനും പ്രാധാന്യം കൊടുത്തു. അതുവരെ ഉണ്ടായിരുന്ന ബ്രൗദലിന്റെ സ്ട്രിക്റ്റ് സ്ട്രക്ചറലിസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചരിത്രത്തെ ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസിനും കൾച്ചറൽ ആന്ത്രോപോളജിക്കും പ്രാധാന്യം കൊടുത്തു. ഇതാണ് ഇമാനുവൽ ലേ റോയ് ലദൂരി. കൂടാതെ ഇമാനുവൽ ലേ റോയ് ലദൂരി മാത്രമല്ല കേട്ടോ, അവരെ കൂടി നിങ്ങളൊന്ന് പഠിച്ചോണം. അദ്ദേഹമാണ് മോസ്റ്റ് പ്രോമിനന്റ്. ദെൻ ജാക്കിസ് റെവൽ, ഫിലിപ്പ് ഏരിയാസ്, ഇറ്റാലിയൻ, ഇവരൊക്കെ ആയിരുന്നു ഫിലിപ്പ് ഏരിയാസ് ആൻഡ് ഇറ്റാലിയൻ മൈക്രോ ഹിസ്റ്റോറിയൻ. കൂടാതെ ഒരു ഇറ്റാലിയൻ മൈക്രോ ഹിസ്റ്റോറിയൻ ആയിരുന്ന കാർലോ ഗിൻസ്ബർഗ്, മറക്കല്ല. അപ്പൊ ഈ ഒരു തേർഡ് ജനറേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ലേറോയ് ലദൂരിയുടെ മൈക്രോ ഹിസ്റ്ററി ഉണ്ട്. കൂടാതെ മൈക്രോ ഹിസ്റ്ററിയും അത് ടോട്ടൽ മൈക്രോ ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത് ആരാന്ന് ചോദിക്കുമ്പോൾ ഇറ്റാലിയൻ മൈക്രോ ഹിസ്റ്റോറിയൻ ആയിരുന്ന കാർലോ ഗിൻസ്ബർഗ് ആണ്. അത് മറക്കരുത്. കൂടാതെ ഹിസ്റ്ററി മെന്റാലിറ്റീസ് ടോട്ടാലിറ്റി ഈ ഒരു ജനറേഷൻ വലിയ പ്രാധാന്യം കൊടുത്തു ഹിസ്റ്ററി മെന്റാലിറ്റീസിക്കും മൈക്രോ ഹിസ്റ്ററിക്കും. ഇതിൽ മൈക്രോ ഹിസ്റ്ററിയുടെ എംഫസൈസ് ചെയ്ത വ്യക്തി എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ മാത്രം, അതല്ല എങ്കിൽ തേർഡ് ജനറേഷൻസ് നമുക്ക് മൊത്തത്തിൽ എഴുതി പോവാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കാർലോ ഗിൻസ്ബർഗിനെ കഴിഞ്ഞ പ്രാവശ്യം കാർലോ ഗിൻസ്ബർഗിന്റെ മൈക്രോ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാതെ പോവുകയേ ചെയ്യരുത്. അപ്പോ ജാക്കിസ് റെവലുണ്ട്, ഫിലിപ്പ് ഏരിയാസ് ഉണ്ട്, ആൻഡ് ദി ഇറ്റാലിയൻ മൈക്രോ ഹിസ്റ്റോറിയൻ കാർലോ ഗിൻസ്ബർഗ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് പഠിക്കാതെ പോകരുത്. ഇനി ഇമാനുവൽ ലേ റോയ് ലദൂരിയെ കുറിച്ചിട്ട് പറയാണ്. അദ്ദേഹം ഒരു ലീഡിംഗ് ഫിഗർ ഓഫ് ദി അനാലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. ഈ പാനഡ് സോഷ്യൽ ആൻഡ് ക്ലൈമറ്റിക് ഹിസ്റ്ററി ബൈ എക്സാമിൻ ദി ലീവ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ലൈക്ക് പെസൻസ്. ഈ നോട്ടബിൾ വർക്ക് ഓഫ് പെസൻസ് ഓഫ് ദ ലാഗ്ഡോക്ക് ആൻഡ് മൊണ്ടേലിയോ. ഇനി നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. ഇമാനുവൽ ലേ റോയ് ലദൂരി. അപ്പോ ഇമാനുവൽ ലേ റോയ് ലദൂരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പുസ്തകങ്ങൾ നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരിലേക്ക് നമുക്ക് ഇമാനുവൽ ലേ റോയ് ലദൂരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഈ സാധാരണക്കാരുടെ ജീവിതം, എസ്പെഷ്യലി ഓർഡിനറി പീപ്പിൾ ലൈക്ക് പെസൻസ്, അല്ലെ, കർഷകന്മാരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരും അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അദ്ദേഹം തുറന്നു കാട്ടി. ഈ പനഡ് സോഷ്യൽ ആൻഡ് ക്ലൈമറ്റ് ഹിസ്റ്ററിക്കും സോഷ്യൽ ഹിസ്റ്ററിക്കും ഒക്കെ തന്നെ വലിയ ക്ലൈമറ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കാർഷിക വൃത്തി ചെയ്യുന്നവരുമായിട്ടുള്ളവരുടെ വർക്കിലും അവരുടെ ചരിത്രത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തു. അല്ലെ, കർഷകരെ പോലുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും കാലാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രംഗത്ത് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ദ പെസൻസ് ഓഫ് ദ ലാംഗ്ഡോക്ക്. എന്താണ്? ലാംഗ്ഡോക്കിലെ കർഷകർ. അതായിരുന്നു അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക്, ദ പെസൻസ് ഓഫ് ലാംഗ്ഡോക്ക് ഇൻ 1966. പിന്നെ അദ്ദേഹത്തിന്റെ മൊണ്ടേലോ എന്നറിയപ്പെടുന്ന ദ പ്രോമിസഡ് ലാൻഡ് ഓഫ് എറർ, ദ പ്രോമിസൈഡ് ലാൻഡ് ഓഫ് എറർ, ദ മൊണ്ടേലോ പ്രോമിസൈഡ് ലാൻഡ് ഓഫ് എറർ ഇൻ 1975. കാർണിവൽ ഇൻ റോമൻസ് 1979. എന്താണ് കാർണിവൽ ഇൻ റോമൻസ്, മൊണ്ടേലോ, ദ പ്രോമിസ്ഡ് ലാൻഡ് ഓഫ് ദ എറർ. പിന്നെ ദ പെസൻസ് ഓഫ്, ഇവിടുത്തെ പെസൻസുകളാ പറഞ്ഞത്, ദ പെസൻസ് ഓഫ് ലാംഗ്ഡോക്കിലെ പെസൻസ്. ഇതെല്ലാം ഇമാനുവൽ ലേ റോയ് ലദൂരിയുടെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ. ഇനി നമ്മൾ ഫോർത്ത് ജനറേഷനിലേക്ക് കടക്കുകയാണ്, നാലാം തലമുറയിലേക്ക് കടക്കാം. 1980s സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സംടൈം റിഫേർഡ് ടു ആസ് ദ ന്യൂ കൾച്ചറൽ ഹിസ്റ്ററി കൊണ്ടുവന്നു. ദിസ് ജനറേഷൻ റിഫ്ലക്ട് ദ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ദ സ്കൂൾസ് സിംഗിൾ ഫോക്കസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പോസ്റ്റ് മോഡേൺ സെൻസിബിലിറ്റീസ്. ഈ ഒരു സ്കൂളിന് ഒരു പോസ്റ്റ് മോഡേൺ സെൻസിബിലിറ്റീസ് എന്ന് വിളിക്കുന്നു. ഒരു പുതിയ സാംസ്കാരിക ചരിത്രം
a new cultural history. This generation reflects the fragmentation of the school's single focus and is influenced by the postmodern sensibilities. Postmodern sensibilities കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു തലമുറയുടെ വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ നോക്കാം. പോസ്റ്റ് മോഡേൺ സെൻസിബിലിറ്റീസ് കൊണ്ടുവന്നു. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തുക. ഇനി ഈ കാലഘട്ടത്തിൽ പോസ്റ്റ് മോഡേൺ സെൻസിബിലിറ്റീസ് കൊണ്ടുവന്ന ഈ ഒരു കാലഘട്ടത്തിലെ പ്രമുഖരായിട്ടുള്ള ഫോർത്ത് ജനറേഷൻ ഹിസ്റ്റോറിയൻസിലേക്ക് നോക്കാം. റോജർ ചാർട്ടിയർ, അദ്ദേഹമാണ് മോസ്റ്റ് ഫേമസ്. ക്രിസ്ത്യൻ ക്ലാപ്പിഷ്, ആരാണ്? ക്രിസ്ത്യൻ ക്ലാപ്പിഷ്. ആലൈറ്റ് ഫാർജ, മിഷേൽ പറോട്ട്, മോണ ഒസൂഫ്. ഒന്നും കൂടി വളരെ ശ്രദ്ധിച്ച്, ഫോർത്ത് ജനറേഷൻസ് ഓഫ് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് ദേ ആർ മോസ്റ്റ് പ്രോമിനന്റ് ഫിഗർ ഈസ് ടു റോജർ ചാർട്ടിയർ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ക്രിസ്ത്യൻ ക്ലാപ്പിഷ്, ആർലൈറ്റ് ഫാർജ്, മിഷേൽ പറോട്ട്, മോണ ഒസൂഫ്. മോണ ഒസൂഫ് മറക്കാതെ പഠിക്കുക. ഹിസ്റ്ററി ഓഫ് റെപ്രസെന്റേഷൻ, ഇനി ഇവിടുത്തെ ഒരു വലിയൊരു പ്രാധാന്യം, ഹിസ്റ്ററി ഓഫ് ദി ഒരു കാലഘട്ടത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് the history of representation, history of the book and reading and broader engagement in the various social and cultural topics. The generation further integrated methodology from other social science and humanities. അതായത് മറ്റുള്ള സോഷ്യൽ സയൻസിന്റെ മറ്റുള്ള ഡിസിപ്ലിൻസിൽ നിന്നും ഒക്കെ തന്നെ ഒരുപാട് മെത്തഡോളജി ഈ ഒരു ജനറേഷൻ അവരുടെ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ജനറേഷന്റെ വലിയൊരു പ്രത്യേകത. പിന്നെ ഇവര് വലിയ പ്രാധാന്യം കൊടുത്ത് പുസ്തക ചരിത്രത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത്, റീഡിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്ത്, ഹിസ്റ്ററി ബുക്ക് ആൻഡ് റീഡിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്ത്, ബ്രോഡർ എൻഗേജ്മെന്റ് വിത്ത് വേരിയസ് സ്കൂൾസ് ആൻഡ് കൾച്ചറൽ ടോപ്പിക്സിന് വേരിയസ് സ്കൂൾസ് ഓഫ് ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ കൾച്ചറൽ ടോപ്പിക്സുകളെ ദേ ആർ ഇന്റഗ്രേറ്റഡ് ദെയർ ഓൺ ഹിസ്റ്റോറിയോഗ്രാഫി. സോ ദിസ് ജനറേഷൻ ഫർദർ ഇന്റഗ്രേറ്റഡ് മെത്തഡോളജി ഫ്രം ദ അതർ സോഷ്യൽ ആൻഡ് ഹ്യൂമാനിറ്റീസിൽ നിന്നൊക്കെ അവർ എന്ത് ചെയ്തു, പിന്നെ ഒരുപാട് ആശയങ്ങൾ അവരുടെ ചരിത്രത്തിലേക്കും കടം കൊണ്ടു. ഓക്കെ, എന്നുള്ളതാണ് ഈ ഒരു ചരിത്രകാരന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏരുടെ? നമ്മുടെ ഫോർത്ത് ജനറേഷൻസ് ഓഫ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ഇതൊക്കെയായിരുന്നു ഈ ഒരു സ്കൂൾ, അതായത് ഫോർത്ത് ജനറേഷൻസ് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു പോസ്റ്റ് മോഡേൺ സെൻസിബിലിറ്റീസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു ജനറേഷന്റെ വലിയൊരു പ്രത്യേകത. മറക്കാതെ പഠിക്കുക. ഇനി നമ്മൾ സോഷ്യോളജിസ്റ്റ് ഐഡിയാസ്, സോഷ്യോളജിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ഹിസ്റ്ററി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വൺ ഈസ്, ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്കറിയാം, അഗസ്റ്റ് കോംറ്റെ ഉണ്ട്, മാക്സ് വെബർ, എമിലി ഡർക്കിം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന മാക്സ് വെബറിനെ കുറിച്ചിട്ടാണ്. മാക്സ് വെബർ ഒക്കെ ചോദിക്കും. എ ജർമ്മൻ സോഷ്യൽ സയന്റിസ്റ്റ് ആൻഡ് തിയറിസ്റ്റ് വൈഡ്ലി അക്ലൈംഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് ദ സോഷ്യോളജി, ഒരു വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദർ എന്ന് വേണമെങ്കിൽ മാക്സ് വെബറിനെ നമ്മൾ പറയാം. വെബർ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് തീസസ് ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ്. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള തീസസ് വർക്കായിരുന്നു പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ്, മറക്കല്ല. വിച്ച് ലിങ്ക് ദ സൈക്കോളജിക്കൽ എഫക്ട് ഓഫ് കാൽവനിസം വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ക്യാപിറ്റലിസം. മോഡേൺ ക്യാപിറ്റലിസത്തെ അദ്ദേഹം ലിങ്ക് ചെയ്തു, ഇന്റർകണക്ട് ചെയ്തു. എന്തുമായിട്ട്? സൈക്കോളജിക്കൽ എഫക്ട് ഓഫ് കാൽവനിസത്തെ, അതായത് കാൽവനിസത്തിന്റെ സൈക്കോളജിക്കൽ എഫക്റ്റിനെ മോഡേൺ ക്യാപിറ്റലിസവുമായിട്ട് ലിങ്ക് ചെയ്ത് കൊണ്ടുവന്ന ആശയം, അതാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ്. വിച്ച് ഇൻ ദിസ് ബുക്ക് ഹി ലിങ്ക് ദ സൈക്കോളജിക്കൽ എഫക്ട് ഓഫ് കാൽവനിസം വിത്ത് ദി ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ക്യാപിറ്റലിസത്തെ ലിങ്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ആശയം കൊണ്ടുവന്നു. മാക്സ് വെബർ ഈ ആശയത്തെ ചോദിക്കുകയില്ലെങ്കിലും ഈ കോൺസെപ്റ്റുകളൊന്ന് പഠിച്ചു വയ്ക്കുക മാക്സ് വെബറുമായിട്ട് ബന്ധപ്പെടുത്തി. മേ ബി ചിലപ്പം ചോദിച്ചു കൂടാതില്ല. അപ്പൊ ഇതൊക്കെ സോഷ്യോളജിക്കൽ തിയറീസ് ഓഫ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി എമിലി ഡർക്കിമിലേക്ക് നമ്മൾ കടക്കാണ്. ആരാണ്? എമിലി ഡർക്കിമിനെ കുറിച്ച് നമുക്ക് നോക്കാം. എമിലി ഡർക്കിം, he is considered as one of the fathers of the, ഇദ്ദേഹം is also one of the fathers of the sociology and is recognized for the explaining that individual behavior is significantly influenced by external social factors or the social facts. അതായത് മനുഷ്യന്റെ സ്വഭാവത്തെ നിശ്ചയിക്കുന്നത് ആക്ച്വലി അവന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഈസ് നോട്ട് എ ഇന്റേണൽ ഫാക്ടേഴ്സ് ബിക്കോസ് ഈ ഇന്റർമിംഗിൾഡ് വിത്ത് ഈ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ തന്റെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ചില സോഷ്യൽ ഫാക്ടേഴ്സ് ഓർ സോഷ്യൽ ഫാക്ട് ഇത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും എന്നതുപോലെ അത് നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ സ്വാധീനിക്കും എന്ന് അദ്ദേഹം തന്റെ തിയറിയിലൂടെ എടുത്തു പറഞ്ഞു. Who is that? That is Emily Durkheim. Then some of his popular work including divisional labor in society in 1893, the rules of the sociological method and elementary forms of religious life in 1912. Once again, the rules of sociological method and elementary forms of religious life is 1912. His work greatly influenced the intellect of the Frenchman till 1970.
വെൻ ഹി വാസ് പാസ്ഡ് അവേ. അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങൾ വളരെയധികം ഇന്റലക്ച്വൽ എന്താ പറയുന്ന ബുദ്ധിപരമായിട്ടുള്ള ഇന്റലക്ച്വൽ ഓഫ് ദ ഫ്രഞ്ച് പീപ്പിൾ ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, ഫ്രാൻസിലായിരുന്നു ലോക ചരിത്രത്തിൽ ആദ്യം തന്നെ സോഷ്യോളജിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ ഈസ് ഇൻ 1789. ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സോഷ്യോളജി എന്നൊരു ചരിത്രം തന്നെ നിലവിൽ വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഫ്രഞ്ച് ഇന്റലക്ച്വൽ പീപ്പിൾ ദേ ബിക്കേം മോർ ഇൻഫ്ലുവൻസ്ഡ് എസ്പെഷ്യലി 1970 വെൻ ഹി വാസ് പാസ്ഡ് അവേ. അദ്ദേഹത്തിന്റെ മരണം വരെ. ഓക്കെ, എന്നുള്ളതാണ് എമിലി ഡർക്കിയുമായിട്ട് ബന്ധം. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. ദെൻ കൾച്ചറൽ ക്യാപിറ്റൽ ഈസ് എ ടേം ഫ്രം സോഷ്യോളജിസ്റ്റ്. ഇനി നമ്മൾ പഠിക്കുന്ന പിയറി ബോർഡിനെ കുറിച്ചിട്ടാണ്. പിയറി ബോർഡു. പിയറി ബോർഡു that refers to the non-financial assets that help people succeed in society, like education, language, style of the cultural language, cultural and knowledge. ഇനി നമ്മൾ എമിലി ഡർക്കിമിനെ കണ്ടു. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയായിരുന്നു പിയറി ബോർഡി, അല്ലെ? ഇനി അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കാൻ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നോക്കാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ആശയങ്ങളിലേക്കും കൂടി നമുക്കൊന്ന് പോകാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിയറി ബോർഡിയുടെ ആശയം ഇത്രയുമായിരുന്നു. പിയറി ബോർഡു ദാറ്റ് റിഫേഴ്സ് ടു നോൺ ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് ജനങ്ങളെ സൊസൈറ്റിയിൽ ജനങ്ങളുടെ നിലനിൽപ്പിന് അടിസ്ഥാനമാകുന്നത് ദാറ്റ് റിഫേഴ്സ് ടു നോൺ ഫിനാൻഷ്യൽ അസറ്റ് ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ സക്സസ്. ഞാൻ എൻ്റെ സൊസൈറ്റിയിൽ വിജയിക്കണമെങ്കിൽ എന്നെ ഇപ്പൊ ചിലർ ചിന്തിക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് കാരണം കൊണ്ട് മാത്രമാണോ ഞാൻ എൻ്റെ സൊസൈറ്റിയിൽ വിജയിക്കുന്നത്? അല്ല, മറിച്ച് എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ലാംഗ്വേജ്, മൈ ഓൺ സ്റ്റൈൽ, എൻ്റെ കൾച്ചറൽ നോളജ്, ഇവയിലൂടെ ഒരു വ്യക്തിക്ക് തന്റെ സമൂഹത്തിൽ വിജയം സാധ്യമാണ്. സക്സസ് ഇൻ യുവർ സൊസൈറ്റി എന്നാണ് പിയറി ബോർഡി അദ്ദേഹത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റലിസ് എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ച തന്നെ ഇദ്ദേഹമാണ്. കൾച്ചറൽ ക്യാപിറ്റലിസ് ദ ടേം ഫ്രം സോഷ്യോളജിസ്റ്റ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. കൾച്ചറൽ ക്യാപിറ്റൽ എന്നൊരു ടേം ഏതൊരു സോഷ്യോളജിസ്റ്റ് എന്ന് തന്നെ ചോദിക്കണമെന്നില്ല, കാര്യം നമ്മുടെ ഹിസ്റ്ററി പരീക്ഷയാണ്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കൾച്ചറൽ ക്യാപിറ്റൽ ഇസ് ദ ടേം ഫ്രം ദ സോഷ്യോളജിസ്റ്റ് പിയറി ബോർഡു. പിയറി ബോർഡു മീൻസ് അദ്ദേഹം ഒരു നോട്ട് ഓൺലി ഈസ് എൻ സോഷ്യോളജിസ്റ്റ് ബട്ട് ഈസ് ഓൾസോ എൻ ഹിസ്റ്റോറിയൻ ആൾസോ. അപ്പൊ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ ചോദിക്കാൻ വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പിയറി ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ദ ഡിസ്റ്റിങ്ഷൻ, എ സോഷ്യൽ ക്രിട്ടിക് ഓഫ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ ടേസ്റ്റ്. ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ചില ബുക്കുകളിലേക്കും കൂടി നമുക്കൊന്ന്, പിയറി ബോർഡുവിന്റെ ബുക്കുകളിലേക്കും കൂടി നമുക്കൊന്ന് കടന്നു പോകാം. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിയറി ബോർഡുവിന്റെ 1979 മുതൽ അദ്ദേഹത്തിന്റെ ചില പ്രശസ്തമായ ബുക്കുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് ഡിസ്റ്റിങ്ഷൻ, എ സോഷ്യൽ ക്രിട്ടിക് ഓഫ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ ടേസ്റ്റ് 1979, ഔട്ട്ലൈൻ ഓഫ് ദ തിയറി ഓഫ് ദ പ്രാക്ടീസ് 1977, ഔട്ട്ലൈൻ ഓഫ് ദ തിയറീസ് ഓഫ് ദ പ്രാക്ടീസ് 1977, ആൻഡ് റീപ്രൊഡക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ, അത് മറ്റൊരു ബുക്കാണ് 1977. അതർ മേജർ വർക്ക്സ് ആർ ലോജിക് ഓഫ് പ്രാക്ടീസ് 1980, മാസ്കുലിൻ ഡോമിനേഷൻ ഇൻ 1998, ആൻഡ് ഹിസ് ഇൻഫ്ലുവൻറ്റിക്കൽ 1986 essay, and his influential masculine domination 1988 and his influential 1986 essay The Forms of Capital. 1986 അദ്ദേഹത്തിന് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു എസ്സേ ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ദ ഫോംസ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് ദ ഫോംസ് ഓഫ് ക്യാപിറ്റൽ? അപ്പൊ ഒന്നും കൂടി നിങ്ങൾ അവരുടെ അദ്ദേഹത്തിന്റെ ബുക്കിൽ 1979 ദ സോഷ്യൽ ക്രിട്ടിക് ഓഫ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ ടേസ്റ്റ്, ഔട്ട്ലൈൻ ഓഫ് ദ തിയറി ഓഫ് പ്രാക്ടീസ് 1977, ആൻഡ് ദ റീപ്രൊഡക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ 1977. അതർ മേജർ വർക്ക്സ് ആർ ലോജിക് ഓഫ് ദ പ്രാക്ടീസ് 1980, masculine domination in 1998, the forms of capital is an influential essay written by 1986. Okay, ഇതൊക്കെയാണ് പിയറി ബോർഡുവിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ബുക്കുകൾ. ഓക്കെ, ഇനി നമ്മൾ മാക്സ് വെബറിനെ കുറിച്ച് ജസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞു പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ ബുക്കുകളും കൂടി നമുക്കൊന്ന് ഓടി നോക്കണം. മാക്സ് വെബർ ഓഡ് ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം 1904 to 1905 1905 അദ്ദേഹം എഴുതിയത്. എക്കണോമി ആൻഡ് സൊസൈറ്റി 1922, ജനറൽ എക്കണോമിക്കൽ ഹിസ്റ്ററി 1923. ഓക്കെ, once again മാക്സ് വെബറിന്റെ മോസ്റ്റ് ഫേമസ് വർക്ക്സ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, എക്കണോമി ആൻഡ് സൊസൈറ്റി, ജനറൽ എക്കണോമിക് ഹിസ്റ്ററി ഒക്കെ മാക്സ് വെബറിന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ്. മാക്സ് വെബർ
theories focus on bureaucracy as the most rational and efficient way to organize modern institution. മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷനെ ഫോം ചെയ്തെടുക്കുന്നതിൽ നമ്മൾ വളരെ സ്വാധീനിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് ബ്യൂറോക്രസി തിയറി. ബ്യൂറോക്രസി ആൻഡ് മോസ്റ്റ് റാഷണൽ, യുക്തിപരമായിട്ടുള്ള എഫിഷ്യൻസി വേ ടു ഓർഗനൈസ് മോഡേൺ. നമ്മുടെ സൊസൈറ്റിയിലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നതിൽ, കാര്യക്ഷമമായി വികസിപ്പിച്ചെടുക്കുന്നതിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ബ്യൂറോക്രസിയാണ്, അല്ലെ? ബ്യൂറോക്രസിക്ക് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ബേസ്ഡ് ഓൺ ദ ഹെറാർക്കി ഓഫ് ദ അതോറിറ്റി. അതായത് ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തെ ഭരിക്കുന്നവർ, ഭരണവർഗം. ഹെറാക്രസി, പിന്നെ ഹെറാർക്കി ഓഫ് ദ അതോറിറ്റി, ഡിവിഷൻ. അവിടെ ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഹെറാർക്കി അതോറിറ്റിയുടെ വർഗീകരണം, ഡിവിഷൻ ഓഫ് ലേബറിന്റെ വർഗീകരണം, ആൻഡ് ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് യുവർ സൊസൈറ്റി ഈസ് ഓൾസോ ഇൻക്ലൂഡ് ദ തിയറി സോഷ്യൽ ആക്ഷൻ. അദ്ദേഹത്തിന്റെ വർക്ക് വളരെ സ്വാധീനം ചെലുത്തിയിരുന്ന മറ്റൊരു തിയറി സോഷ്യൽ ആക്ഷൻ ആൻഡ് ദ ബ്യൂറോക്രസി ഓഫ് ദ തിയറി. ഇതൊക്കെ നമ്മുടെ മാക്സ് വെബറിന്റെ പിന്നെന്താ പറയുന്നത് സോഷ്യോളജിക്കൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. വിച്ച് ബുക്ക് സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ഹിസ്റ്ററി ഓഫ് ഹെത്രോ എക്സിസ്റ്റിംഗ് സൊസൈറ്റി ഇസ് ദ ഹിസ്റ്ററി ഓഫ് ദ ക്ലാസ് സ്ട്രഗിൾ. ക്ലാസ് സ്ട്രഗിൾ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓടി പറയും കാർൽ മാക്സ്. ഈ ക്ലാസ് സ്ട്രഗിൾ എന്നുള്ള ആശയം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിച്ച് ബുക്ക് സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ഹിസ്റ്ററി ഓഫ് ആൾ ഹെത്രോ എക്സിസ്റ്റിംഗ് സൊസൈറ്റി ഇസ് ദ ഹിസ്റ്ററി ഓഫ് ദ ക്ലാസ് സ്ട്രഗിൾ, ദസ് ക്യാപിറ്റൽ, വാർ ആൻഡ് പീസ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഏജ് ഓഫ് റെവല്യൂഷൻ. So the correct answer, Communist Manifesto is the correct answer. Communist Manifesto is the correct answer. Which book started the statement history of all hetero existing society is the history of the class struggle, that is Communist Manifesto. Another question, the historiography to which one of the following did the Marx system provide an organizing principle? അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയുന്നത് മാർക്സിസത്തിന്റെ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ എന്തു ഹിസ്റ്റോറിയോഗ്രാഫിയിൽ, അതായത് മാർക്സിസം കൊണ്ടുവന്ന, കാർൽ മാർക്സിസം എന്ന ഐഡിയ കൊണ്ടുവന്ന ഒരു ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ടല്ലോ, അത് ഏത് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡയലറ്റിക്കൽ പ്രോഗ്രഷൻ, ക്ലിയോമെട്രിക്സ്, ന്യൂ ഹിസ്റ്ററി, ടോട്ടൽ ഹിസ്റ്ററി. സോ ദ കറക്റ്റ് ആൻസർ ഡയലറ്റിക്കൽ പ്രോഗ്രഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Who put forward the concept of long theory and geohistory? Long theory and geohistory എന്ന ആശയം കൊണ്ടുവന്ന ക്ലൗഡ് ലെവ് സ്ട്രസ് ആണോ, ഇമാനുവൽ ലേദൂരി ആണോ, ജാക്കിസ് ലേഗോഫ് ആണ്, ഫെർഡാൻ ബ്രൗദൽ ആണ്? അപ്പോൾ ജിയോ ഹിസ്റ്ററിയും ലോങ് ദൂരി എന്ന ആശയങ്ങൾ കൊണ്ടുവന്ന ബ്രൗദലിന്റെ ആശയങ്ങളാണ്, ഫെർഡാൻ ബ്രൗദൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടുമായിട്ട്, ഈ ഒരു പിന്നെന്താ പറയുന്ന മൊഡ്യൂൾ 6 ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചു പോകേണ്ടിയിട്ടുള്ള വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ കൂടിയാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഓക്കെ, താങ്ക് യു.